സുഖം. ഇങ്ങനെ പോകുന്നു. മഴയൊക്കെ എങ്ങനെ പോകുന്നു? മഴയൊക്കെ ഇങ്ങനെ പോകുന്നു. സുഖം. സുഖമായിരിക്കുന്നു, കുഴപ്പമൊന്നുമില്ല. മഴയില്ല അല്ലേ? മഴയും ചൂടൊക്കെ തന്നെയാണ്. ഭക്ഷണമൊക്കെ കഴിച്ചിട്ടാണോ എല്ലാവരും ക്ലാസ്സിൽ കയറിയിരിക്കുന്നത്? കഴിച്ചു. യെസ്. കഴിച്ചിട്ടില്ല. കഴിക്കാത്തവരുണ്ടെങ്കിൽ കൂട്ടത്തില്ല അല്ലേ? എന്ത് പറ്റിയടോ കഴിക്കാത്ത? നിങ്ങൾക്ക് നോമ്പാണല്ലേ? കുറച്ചൊരു ഹോസ്പിറ്റലാണ്. ഹോസ്പിറ്റൽ അഡ്മിറ്റ് ഒന്നുമല്ലോ, വർക്ക് ചെയ്യാനാണോ? ശരി. യെസ്, നമ്മൾ ആക്സിഡന്റ് ആണ് എമർജൻസി എന്ന ചാപ്റ്റർ ആണ് എടുത്തുകൊണ്ടിരിക്കുന്നത്. എന്ത് പറ്റിയതാണോ? അഡ്മിറ്റ് ആണെന്ന് പറഞ്ഞ പനിയാണോ? പനിയാണോ? അല്ല. ഓക്കെ, ശരി. മൊഡ്യൂൾ 1 ആക്സിഡന്റ് ആൻഡ് എമർജൻസി എന്ന ചാപ്റ്റർ ആണ് നമ്മൾ എടുത്തുകൊണ്ടിരുന്നത്. ഏകദേശം തീരാറായിട്ടോ, ലാസ്റ്റ് ഭാഗമാണ്. ക്വാളിറ്റി ഇൻഡിക്കേറ്റേഴ്സ് ആണ്. നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ എവിടെ വരെ എടുത്തു? ഹോസ്പിറ്റൽ അഡ്മിനിസ്ട്രേഷൻ എൻഷുർ ചെയ്യേണ്ട കുറച്ച് പ്രൊസീജിയേഴ്സ് ആണ് നമ്മൾ പഠിച്ചത് അല്ലേ? പിന്നെ SOPs പഠിച്ചു, മിനിമം സെറ്റ് ഓഫ് SOPs പഠിച്ചു. ഇതിന്റെയൊക്കെ മോക്ക് ടെസ്റ്റ് അറ്റൻഡ് ചെയ്തിരുന്നു എല്ലാവരും? ഗൂഗിൾ ക്ലാസ് റൂമിൽ കയറി മോക്ക് ടെസ്റ്റ് അറ്റൻഡ് ചെയ്തിരുന്നോ? ചെയ്തു. ഓക്കെ. യെസ്, നെക്സ്റ്റ് നമ്മൾ പഠിക്കുന്നത് ക്വാളിറ്റി ഇൻഡിക്കേറ്റേഴ്സ് ആണ് കേട്ടോ. ക്വാളിറ്റി ഇൻഡിക്കേറ്റേഴ്സ് അതായത് നമ്മുടെ എമർജൻസി ഡിപ്പാർട്ട്മെന്റിന്റെ ക്വാളിറ്റി നിർണ്ണയിക്കുന്ന കുറച്ച് സൂചകങ്ങളാണ്. ഓക്കെ, എത്രത്തോളം ക്വാളിറ്റി സർവീസസ് ആണ് അവർ പ്രൊവൈഡ് ചെയ്യുന്നത് എന്ന് കണ്ടെത്തുന്നതിന് വേണ്ടിയിട്ട് നമ്മൾ കുറച്ച് ഇൻഡിക്കേറ്ററുകൾ ഉപയോഗിക്കും അല്ലെ? ചില കാര്യങ്ങൾ നമ്മൾ മെഷർ ചെയ്യാൻ വേണ്ടിയിട്ട് കുറച്ച് സൂചകങ്ങളുടെ അല്ലെങ്കിൽ ഇൻഡിക്കേറ്റേഴ്സിന്റെ അടിസ്ഥാനത്തിലാണ് നമ്മൾ അത് മെഷർ ചെയ്യുന്നത് അല്ലെ? യെസ്. അപ്പൊ ഇവിടെ നമ്മൾ ആക്സിഡന്റ് എമർജൻസി ഡിപ്പാർട്ട്മെന്റിന്റെ ക്വാളിറ്റി നിർണ്ണയിക്കുന്ന ഇൻഡിക്കേറ്റേഴ്സ് ഏതൊക്കെയെന്നാണ് നമ്മൾ പഠിക്കാൻ പോകുന്നത്. ഓക്കെ, ഹെഡ് പോയിന്റ് പറഞ്ഞത് മനസ്സിലായോ? പിള്ളേരെ മനസ്സിലായോ? ക്വാളിറ്റി ഇൻഡിക്കേറ്റർ എന്ന് പറഞ്ഞാൽ എന്താന്ന് മനസ്സിലായോ? മനസ്സിലാവാത്തവരുണ്ടോ? യെസ്. ഓക്കെ, നോക്കാം. ഏതൊക്കെയാണ് ക്വാളിറ്റി ഇൻഡിക്കേറ്റേഴ്സ് എന്ന് നോക്കാം. അൺപ്ലാൻഡ് റീ അറ്റൻഡൻസ് റേറ്റ്, ടോട്ടൽ ടൈം സ്പെൻഡ് ഇൻ ദ എമർജൻസി ഡിപ്പാർട്ട്മെന്റ്, ലെഫ്റ്റ് വിത്തൗട്ട് ബീങ് സീൻ, ടൈം ടു ഇനീഷ്യൽ അസസ്മെന്റ്, ടൈം ടു ട്രീറ്റ്മെന്റ്, സർവീസ് എക്സ്പീരിയൻസ്. ഓക്കെ, നമുക്ക് ആദ്യത്തെ ഇൻഡിക്കേറ്റർ എന്താന്ന് നോക്കാം. അൺപ്ലാൻഡ് റീ അറ്റൻഡൻസ് റേറ്റ്. എന്തായിരിക്കും അൺപ്ലാൻഡ് റീ അറ്റൻഡൻസ് റേറ്റ് എന്ന് പറയുന്നത്? Unplanned re-attendance rate. എന്തായിരിക്കും പിള്ളേരെ? അപ്രതീക്ഷിതമായിട്ട് നമുക്കറിയാം എമർജൻസി ഡിപ്പാർട്ട്മെന്റിലേക്ക് ഓവർഫ്ലോസ് വരാനുള്ള സാധ്യത ഉണ്ട് അല്ലെ പേഷ്യന്റിന്റെ. നമ്മൾ വിചാരിക്കുന്ന അത്ര പേഷ്യൻസ് മാത്രമാണോ കാഷ്വാലിറ്റിയിലേക്ക് വരുന്നത്? ആണോ? അല്ല, അമിതമായിട്ട് പേഷ്യൻസിന്റെ ഓവർഫ്ലോ ഉണ്ടാവാനുള്ള സാധ്യത. അപ്പൊ എത്ര പേഷ്യന്റ് വന്നാൽ പോലും എന്താണ്, അപ്രതീക്ഷിതമായിട്ട് വന്നാൽ പോലും നമുക്ക് അവർക്കൊക്കെ എന്താണ് ചികിത്സ കൊടുക്കാൻ പറ്റുന്നുണ്ടെങ്കിൽ അവർ ഏറ്റവും നല്ലൊരു എമർജൻസി ഡിപ്പാർട്ട്മെന്റ് ആയിരിക്കും അല്ലെ? എത്ര പേഷ്യൻസ് വന്നാൽ പോലും ഇത് പ്ലാൻ ചെയ്യാത്ത അറ്റൻഡൻസ് റേറ്റിൽ വരുന്ന പേഷ്യൻസ് ആണെങ്കിൽ പോലും എന്താണ് നമുക്ക് അവിടെ സർവീസസ് നമ്മൾ അല്ലെങ്കിൽ ചികിത്സ നമ്മൾ കൊടുക്കുന്നുണ്ടെങ്കിൽ അത് ഏറ്റവും നല്ലൊരു ക്വാളിറ്റി ഡിപ്പാർട്ട്മെന്റ് ആണ് അല്ലെങ്കിൽ ഡിപ്പാർട്ട്മെന്റ് ആണെന്ന് നമുക്കതിനെ മെഷർ ചെയ്യാൻ പറ്റും. ഓക്കെ, അപ്പൊ അതിനു വേണ്ടി ഉപയോഗിക്കുന്ന ഒരു സൂചകമാണ് അല്ലെങ്കിൽ ഇൻഡിക്കേറ്റർ ആണ് എന്ത്? അൺപ്ലാൻഡ് റീ അറ്റൻഡൻസ് റേറ്റ് എന്ന് പറയുന്നത്. ഓക്കെ, യെസ്. ദെൻ സെക്കൻഡ് ഇൻഡിക്കേറ്റർ എന്ന് പറയുന്നത്
ടോട്ടൽ ടൈം സ്പെൻഡ് ഇൻ എമർജൻസി ഡിപ്പാർട്ട്മെന്റ്. ടോട്ടൽ ടൈം സ്പെൻഡ് ഇൻ എമർജൻസി ഡിപ്പാർട്ട്മെന്റ്. നമ്മുടെ എമർജൻസി ഡിപ്പാർട്ട്മെന്റിൽ ചെലവഴിക്കുന്ന മൊത്തം സമയം, ഒരുപാട് സമയം നമുക്ക് അവിടെ ലാഗ് ചെയ്ത് നിൽക്കുന്നുണ്ടെങ്കിൽ എന്താണ്, അതൊരു നല്ലൊരു ക്വാളിറ്റി ഇൻഡിക്കേറ്റർ ആണോ? ആണോ അല്ലയോ? ഒരുപാട് സമയം നമുക്ക് അവിടെ ചെലവഴിക്കേണ്ടി വരുന്നത്, അതായത് നമ്മൾ ചികിത്സയ്ക്ക് ചെയ്യുന്നതിന് ശേഷം ഒത്തിരി സമയം കഴിഞ്ഞിട്ടാണ് ഇതെല്ലാം ആരംഭിക്കുന്നതെങ്കിലോ യെസ്, അതൊരു നല്ലൊരു ക്വാളിറ്റി ഇൻഡിക്കേറ്റർ അല്ല, അല്ലെ? യെസ്, അപ്പൊ അത് മെഷർ ചെയ്യാൻ വേണ്ടി നമ്മൾ ഉപയോഗിക്കുന്ന ഒരു സൂചകമാണ് എന്താ, ടോട്ടൽ ടൈം സ്പെൻഡ് ഇൻ എമർജൻസി ഡിപ്പാർട്ട്മെന്റ്. എത്രത്തോളം സ്പീഡിൽ നമുക്ക് അത് ട്രീറ്റ്മെന്റ് ലഭിക്കുന്നുണ്ടോ അത്രത്തോളം ക്വാളിറ്റി ഉള്ള ഒരു ഡിപ്പാർട്ട്മെന്റ് ആണ് നമുക്കതിനെ പറയാൻ സാധിക്കും. ക്ലിയർ? രണ്ടാമത്തെ ഇൻഡിക്കേറ്റർ എന്താണ്? ടോട്ടൽ ടൈം സ്പെൻഡ് ഇൻ എമർജൻസി ഡിപ്പാർട്ട്മെന്റ്. എമർജൻസി വിഭാഗത്തിൽ നമ്മൾ ചെലവഴിക്കുന്ന മൊത്തം സമയം എത്രത്തോളം ആണെന്നാണ് അതിനെ നമ്മൾ ക്വാളിറ്റി നിർണ്ണയിക്കുന്ന ഒരു രണ്ടാമത്തെ ഇൻഡിക്കേറ്റർ. നെക്സ്റ്റ്, ലെഫ്റ്റ് വിത്തൗട്ട് ബീങ് സീൻ. ലെഫ്റ്റ് വിത്തൗട്ട് ബീങ് സീൻ എന്താണ്? ഡോക്ടറെ നമുക്ക് എപ്പോഴും കാണാൻ പറ്റാണ്ടൊക്കെ ചിലപ്പോൾ പോകാറുണ്ട് അല്ലെ? ഡോക്ടറെ കാണാതെ പോകുന്ന രോഗികളുടെ എണ്ണം അല്ലെ, കാഷ്വാലിറ്റിയിൽ വന്നിട്ട് നമുക്ക് ചിലപ്പോൾ എന്താണ് ഡോക്ടറെ കാണാൻ പറ്റാണ്ട് പോകാറുണ്ട്, തിരിച്ചു പോകാറുണ്ട് അല്ലെ? അങ്ങനെ തിരിച്ചു പോകുന്നത് നല്ലൊരു ക്വാളിറ്റി ഡിപ്പാർട്ട്മെന്റിന്റെ ഒരു ക്വാളിറ്റി ആണോ അത്? കാണാൻ പറ്റാണ്ട് പോകുന്നത് അല്ല അല്ലെ? അപ്പൊ അതിന് ക്വാളിറ്റി നിർണ്ണയിക്കുന്നത്, അതായത് എത്രത്തോളം ഡോക്ടറെ കാണാതെ പോകുന്ന രോഗികളുടെ എണ്ണം കുറവുണ്ടാകും അല്ലെ? കൂടുതലായി കഴിഞ്ഞാൽ എന്താണ്, ആ കാഷ്വാലിറ്റി സർവീസസ് അത്ര മോശമായിട്ടുള്ള സർവീസസ് ആണ് പ്രൊവൈഡ് ചെയ്യുന്നത് നമുക്ക് മനസ്സിലാക്കാൻ പറ്റും അല്ലെ? യെസ്. ടൈം ടു ഇനീഷ്യൽ അസസ്മെന്റ്. ടൈം ടു ഇനീഷ്യൽ അസസ്മെന്റ്. ഒരു രോഗി കാഷ്വാലിറ്റിയിലേക്ക് വന്നതിന് ശേഷം അവർക്ക് ആദ്യം നമ്മൾ ഇനീഷ്യൽ ആയിട്ടുള്ള അസസ്മെന്റ് ചെയ്യാറുണ്ട് അല്ലെ? എന്തൊക്കെ ചെയ്യും? അവരുടെ BP നോക്കും, വൈറ്റൽ സയൻസ് മെഷർ ചെയ്യും അല്ലെ? പ്രാഥമികമായിട്ട് ആദ്യം ചെയ്യുന്ന കുറച്ച് കാര്യങ്ങൾ നമ്മൾ ചെക്ക് ചെയ്യേണ്ടതുണ്ട് അല്ലെ? പ്രത്യേകിച്ച് അവരുടെ ബയോമെട്രിക്കൽ വാല്യൂസ് നമ്മൾ മെഷർ ചെയ്യും. എന്തൊക്കെയാണ് ബയോമെട്രിക്കൽ വാല്യൂസ് എന്ന് പറയുന്നത്? BP, ഹാർട്ട് ബീറ്റ്, ടെമ്പറേച്ചർ, ഓക്സിജൻ സാച്ചുറേഷൻ അല്ലെ? യെസ്, അത്തരം കാര്യങ്ങൾ നമ്മൾ മെഷർ ചെയ്യും. അപ്പൊ ആ ഒരു മെഷർമെന്റ് എടുക്കുന്ന സമയം, ഇനീഷ്യൽ ട്രീറ്റ്മെന്റ് സ്റ്റാർട്ട് ചെയ്യാൻ എടുക്കുന്ന സമയം, അതായത് ആദ്യ പരിശോധനയ്ക്ക് എടുക്കുന്ന സമയം എത്രത്തോളമാണ്? ഒരുപാട് സമയം എടുക്കുന്നുണ്ടെങ്കിലോ നല്ലൊരു ഡിപ്പാർട്ട്മെന്റ് അല്ല, അത് നല്ലൊരു സർവീസസ് അല്ല അവർ പ്രൊവൈഡ് ചെയ്യുന്നത് മനസ്സിലാക്കാം. പക്ഷെ എത്രയും പെട്ടെന്ന് തന്നെ ഒരു പേഷ്യന്റ് വന്നു കഴിഞ്ഞ് എത്രയും പെട്ടെന്ന് തന്നെ എന്താണ് ഇനീഷ്യൽ ട്രീറ്റ്മെന്റ് കൊടുക്കുന്നുണ്ടെങ്കിൽ എന്താണ്, അതൊരു നല്ലൊരു ക്വാളിറ്റി സർവീസസ് ഡിപ്പാർട്ട്മെന്റ് ആണെന്ന് നമുക്ക് തന്നെ പറയാൻ സാധിക്കും. ഓക്കെ, മനസ്സിലായോ? ടൈം ടു ഇനീഷ്യൽ അസസ്മെന്റ് എന്താണ്? ഒരു പേഷ്യന്റ് വന്ന് അവരുടെ ആദ്യ പരിശോധനയ്ക്ക് എടുക്കുന്ന സമയം, അതാണ് ഇനീഷ്യൽ ട്രീറ്റ്മെന്റ് അസസ്മെന്റ് എന്ന് പറയുന്നത് കേട്ടോ. ഓക്കെ, ഈ രമാദേവിയുടെ പേര് വീണ. വീണ അല്ലേടോ? കറക്റ്റ് അല്ലേ? വീണ, വീണ എന്നല്ലേടോ പേര്? ആണോ? രമാദേവി എന്നുള്ള അക്കൗണ്ടിലുള്ള കുട്ടി വീണയല്ലേ? യെസ്, പേര് കറക്റ്റ് അല്ലേ? ഓർമ്മയുണ്ടോ? ഒരാഴ്ചക്ക് മുമ്പ് പറഞ്ഞാണ്. യെസ്. നെക്സ്റ്റ്, ടൈം ടു ട്രീറ്റ്മെന്റ്. ചികിത്സ ആരംഭിക്കാൻ എടുക്കുന്ന സമയം. ചികിത്സ ആരംഭിക്കാൻ എടുക്കുന്ന സമയം. ഒരുപാട് ലാഗ് ചെയ്യുന്നുണ്ടെങ്കിലോ? ലാഗ് ചെയ്യാൻ പാടുണ്ടോ? ഇല്ല അല്ലെ? എത്രയും പെട്ടെന്ന് തന്നെ ആയിരിക്കണം എമർജൻസി സർവീസസിൽ നമ്മൾ ചികിത്സ കൊടുക്കേണ്ടത്. അപ്പോൾ എത്ര സമയം അത് ട്രീറ്റ്മെന്റ് കൊടുക്കാനായിട്ട് ആരംഭിക്കാൻ എടുക്കുന്ന സമയം എത്രത്തോളം ഉണ്ടെന്ന് നമ്മളവിടെ ഇനി ക്വാളിറ്റി ഇൻഡിക്കേറ്റേഴ്സ് ആയിട്ട് നമ്മൾ അതിനെ സൂചിപ്പിക്കുന്നതാണ്. ടൈം ടു ട്രീറ്റ്മെന്റ്. ഓക്കെ, നെക്സ്റ്റ് വൺ, സർവീസ് എക്സ്പീരിയൻസ്. സർവീസ് എക്സ്പീരിയൻസ്. ഇവിടെ നമ്മൾ സർവീസ് എക്സ്പീരിയൻസ് പറയുമ്പോൾ എന്തൊക്കെ കാര്യങ്ങളായിരിക്കും നോക്കുന്നത്? സർവീസ് എക്സ്പീരിയൻസ് ഒരു പേഷ്യന്റിന് ലഭിക്കണമെങ്കിൽ അവിടെ നിന്ന് നമുക്ക് എങ്ങനെയുള്ള സർവീസസ് ലഭിക്കണം? കാഷ്വാലിറ്റിയിൽ നിന്നൊക്കെ എങ്ങനെയുള്ള സർവീസസ് ആയിരിക്കണം ലഭിക്കുന്നത്? ക്വാളിറ്റി സ്റ്റാൻഡേർഡ് ഉള്ള സർവീസസ് ആയിരിക്കണം അല്ലെ? നമ്മൾ പരിശോധിക്കുന്ന ഡോക്ടേഴ്സ് എന്ന് പറയുന്നത് സ്കിൽഫുൾ ആയിട്ടുള്ള ട്രെയിൻഡ് ആയിട്ടുള്ള ഡോക്ടേഴ്സ് ആയിരിക്കണം. ദെൻ ഏറ്റവും നല്ല സ്റ്റാഫുകളിൽ നിന്ന് മികച്ച സർവീസസ്, മികച്ച കെയറിങ് നമുക്ക് ലഭിക്കണം. എന്നിരുന്നാൽ മാത്രമേ പേഷ്യന്റ് എന്താവുകയുള്ളൂ? സാറ്റിസ്ഫൈഡ് ആവുകയുള്ളൂ അല്ലെ? പേഷ്യന്റ് സംതൃപ്തിയാണ് ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള കാര്യം എന്ന് പറയുന്നത്. ഓക്കെ, അപ്പൊ ഏറ്റവും നല്ല സർവീസ് എക്സ്പീരിയൻസ് കൊടുക്കുക എന്ന് പറയുന്നത് പേഷ്യൻസ് ഏറ്റവും നല്ല രീതിയിൽ സാറ്റിസ്ഫൈഡ് ആവുക എന്നുള്ളതാണ് അല്ലെ? യെസ്.
അവർക്ക് കൊടുക്കുന്ന സർവീസസ് ഏറ്റവും നല്ല മികച്ചതാകുമ്പോൾ മാത്രമേ പേഷ്യൻസിന് നല്ലൊരു എക്സ്പീരിയൻസ് ഉണ്ടാവുള്ളൂ, അവർ സംതൃപ്തരാകുള്ളൂ അഥവാ സാറ്റിസ്ഫൈഡ് ആവുള്ളൂ. ഓക്കെ, യെസ്. അപ്പൊ നമ്മളിപ്പോ പഠിച്ചത് എന്തിനെ കുറിച്ചിട്ടാണ്? എമർജൻസി ഡിപ്പാർട്ട്മെന്റിന്റെ ക്വാളിറ്റി നിർണ്ണയിക്കുന്ന ഇൻഡിക്കേറ്റേഴ്സിനെ കുറിച്ചിട്ടാണ്, അഥവാ സൂചകങ്ങൾ ഏതൊക്കെയാണ്. ഒന്ന് അൺപ്ലാൻഡ് അറ്റൻഡൻസ് റേറ്റ് ആണ് അല്ലെ. എത്രത്തോളം പേഷ്യൻസ് വന്നാൽ പോലും അവരെയൊക്കെ നമുക്ക് ചികിത്സിക്കാൻ പറ്റുന്നത്, അല്ലെങ്കിൽ എത്ര പേഷ്യൻസ് വന്നാലും ചികിത്സ കൊടുക്കാൻ പറ്റണം, അതൊരു ക്വാളിറ്റി ഇൻഡിക്കേറ്റർ തന്നെയാണ് അല്ലെ. ദെൻ ടോട്ടൽ ടൈം സ്പെൻഡ് ഇൻ എമർജൻസി ഡിപ്പാർട്ട്മെന്റ്, എത്രത്തോളമാണ് നമുക്ക് എമർജൻസി ഡിപ്പാർട്ട്മെന്റിൽ ചെലവഴിക്കാൻ പറ്റുന്നത്. ഒരുപാട് സമയം ചെലവഴിക്കുന്നുണ്ടെങ്കിൽ എന്താണ്, അവർ ഏറ്റവും പുവർ ആയിട്ടുള്ള സർവീസസ് പ്രൊവൈഡ് ചെയ്യുന്നതുകൊണ്ടാണ് നമുക്ക് ലാഗ് ചെയ്യുന്നത് സർവീസസ്. ദെൻ ലെഫ്റ്റ് വിത്തൗട്ട് ബീയിങ് സീൻ, ഡോക്ടറെ കാണാതെ പോകുന്ന രോഗികളുടെ എണ്ണം കുറവാണെങ്കിൽ എന്താണ്, അത് നല്ലൊരു കാഷ്വാലിറ്റി ആണെന്ന് നമുക്ക് പറയാം, നല്ല സർവീസസ് കൊടുക്കുന്നുണ്ടെന്ന് പറയാം. ദെൻ ടൈം ടു ഇനീഷ്യൽ അസസ്മെന്റ്, ആദ്യ പരിശോധനയ്ക്ക് എടുക്കുന്ന സമയം എത്രയും പെട്ടെന്ന് തന്നെ ആയിരിക്കണം നമ്മൾ പരിശോധന ആരംഭിക്കേണ്ടത്. ദെൻ ടൈം ടു ട്രീറ്റ്മെന്റ്, അത് ചികിത്സ ആരംഭിക്കേണ്ട സമയം, അതും എത്രയും പെട്ടെന്ന് തന്നെ ആയിരിക്കണം കൊടുക്കേണ്ടത്. ദെൻ അതോടൊപ്പം തന്നെ ഈ പറഞ്ഞ കാര്യങ്ങളിലെല്ലാം തന്നെ ഏറ്റവും നല്ലൊരു സർവീസ് എക്സ്പീരിയൻസ് അവർക്ക് ലഭിക്കുമ്പോൾ മാത്രമേ പേഷ്യൻസ് സാറ്റിസ്ഫൈഡ് ആകുള്ളൂ. അപ്പൊ നല്ലൊരു സർവീസ് എക്സ്പീരിയൻസ് കിട്ടണമെങ്കിൽ അവിടെയുള്ള സ്റ്റാഫുകൾ ഏറ്റവും മികച്ച ക്വാളിറ്റി കെയർ സർവീസസ് ആയിരിക്കണം പേഷ്യൻസിന് പ്രൊവൈഡ് ചെയ്യേണ്ടത്. സ്കിൽഫുൾ ആയിട്ടുള്ള ഡോക്ടർ ടീം ആയിരിക്കണം അവർക്ക് പരിശോധന നൽകേണ്ടത്. ഓക്കെ, അപ്പൊ ഈ ഇൻഡിക്കേറ്ററുകളുടെ പേരുകൾ എല്ലാവരും പഠിക്കണേ, ഇത് ചോദിക്കാറുണ്ട്. ഹെഡ് പോയിന്റ്സ് മാത്രം, ഈ പോയിന്റ്സ് മാത്രം പഠിച്ചാൽ മതി കേട്ടോ. നമുക്കറിയാലോ ഒബ്ജക്റ്റീവ് ടൈപ്സ് ക്വസ്റ്റ്യൻസ് ആണ്. ഓക്കെ, ഒന്ന് വായിച്ചു നോക്കിയപ്പോൾ വരും. ഓക്കെ അല്ലേ പിള്ളേരെ, മനസ്സിലായോ? യെസ്. നെക്സ്റ്റ് നമ്മൾ നോക്കുന്നത് ലാസ്റ്റ് ഭാഗമാണ് കേട്ടോ. റോൾ ഓഫ് എമർജൻസി റൂം ക്ലർക്ക് ഓർ സെക്രട്ടറി. റോൾ ഓഫ് എമർജൻസി റൂം ക്ലർക്ക്. എമർജൻസി റൂം ക്ലർക്കിന്റെ റോൾസ് എന്തൊക്കെയാണ്, അദ്ദേഹത്തിന്റെ റെസ്പോൺസിബിലിറ്റി എന്തൊക്കെയാണെന്ന് കേട്ടോ പഠിക്കുന്നത്. യെസ്, ഓരോ പോയിന്റ്സ് ശ്രദ്ധിക്കാം. Interview patients to obtain biographic, demographic, and financial data for registration purpose, and enter information so gathered into the hospital computer system. Interview patients to obtain biographic, demographic, and financial data for registration purpose, and enter the information so gathered into the hospital computer system. അപ്പോൾ എമർജൻസി റൂം ക്ലർക്കിന്റെ ഫസ്റ്റ് റോൾ എന്ന് പറയുന്നത് എന്താണ്, രോഗിയുടെ വ്യക്തിഗതമായിട്ടുള്ള എല്ലാ വിവരങ്ങളും അല്ലെ, അവരുടെ ബയോഗ്രാഫിക് ആയിട്ടുള്ള ഡീറ്റെയിൽസ്, ഡെമോഗ്രാഫിക് ഡീറ്റെയിൽസ്, ഫിനാൻഷ്യൽ ഡാറ്റ മുതലായ എല്ലാ കാര്യങ്ങളും, രജിസ്ട്രേഷൻ പർപ്പസസിന് വേണ്ടി ആവശ്യമായിട്ടുള്ള എല്ലാ കാര്യങ്ങളും ശേഖരിച്ച് ഹോസ്പിറ്റൽ കമ്പ്യൂട്ടർ സിസ്റ്റത്തിലേക്ക് ആഡ് ചെയ്യുക എന്ന റോൾ ആരാണ് കൈകാര്യം ചെയ്യുന്നത്? എമർജൻസി റൂം ക്ലർക്കാണ് കേട്ടോ. ഒരു പേഷ്യൻസുമായി ബന്ധപ്പെട്ട് വരുന്ന അവരുടെ രജിസ്ട്രേഷൻ പർപ്പസസിന് വേണ്ടിയുള്ള എല്ലാ കാര്യങ്ങളും അല്ലെ, അവരുടെ ഓൾ ഡീറ്റെയിൽസുകൾ കളക്ട് ചെയ്തുകൊണ്ട് ഹോസ്പിറ്റൽ കമ്പ്യൂട്ടർ സിസ്റ്റത്തിലേക്ക് രജിസ്ട്രേഷൻ പർപ്പസസിന് വേണ്ടിയിട്ടുള്ള ഇത്തരം ഇൻഫോർമേഷൻസ് എല്ലാം ശേഖരിച്ചത് ആഡ് ചെയ്യുന്നത് ആരാണ്? എമർജൻസി റൂം ക്ലർക്കാണ്. ഓക്കെ, മനസ്സിലായോ? അങ്ങനെ പറയണോ? രോഗിയുടെ എല്ലാ വിവരങ്ങളും കളക്ട് ചെയ്തതിനു ശേഷം ഹോസ്പിറ്റൽ കമ്പ്യൂട്ടർ സിസ്റ്റത്തിലേക്ക് അത് റിസീവ് ചെയ്യുന്ന ഡ്യൂട്ടി കൈകാര്യം ചെയ്യുന്നത് ഇദ്ദേഹമാണ് കേട്ടോ. അത്രേ ഉള്ളൂ. പേഷ്യന്റിന്റെ കംപ്ലീറ്റ് ഡീറ്റെയിൽസ്, അവരുടെ ബയോഗ്രാഫിക് ഡീറ്റെയിൽസ്, ഡെമോഗ്രാഫിക് ഡീറ്റെയിൽസ്, ഫിനാൻഷ്യൽ ഡാറ്റാസ് എന്നിവയെല്ലാം കളക്ട് ചെയ്തതിനു ശേഷം, രജിസ്ട്രേഷൻ പർപ്പസസിന് വേണ്ടി ഇതെല്ലാം കളക്ട് ചെയ്തതിനു ശേഷം ഹോസ്പിറ്റൽ കമ്പ്യൂട്ടർ സിസ്റ്റത്തിലേക്ക് ആഡ് ചെയ്യുന്നു.
ക്ലിയർ? അതാരാണ് ചെയ്യുന്നത്? ആരാണ് ചെയ്യുന്നത്? എമർജൻസി റൂം ക്ലർക്ക് അല്ലെങ്കിൽ സെക്രട്ടറി. ഓക്കെ. Then register emergency room patients, file, retrieve medical records for the emergency room physician, responsible for processing emergency room admissions. പോയിന്റ് ഒന്നും കൂടി ശ്രദ്ധിച്ചേ. വേറെ എന്തെങ്കിലും ശബ്ദം പുറത്തുനിന്ന് തന്നെ ഉണ്ടോ? പുറത്തുനിന്ന് എന്തെങ്കിലും ശബ്ദം കേൾക്കണോ? ഇല്ല. ഇല്ല, അപ്പുറത്തെ ക്ലാസ്സിൽ നിന്നാണത്. കേട്ടോ. വേറെ ക്ലാസ് ഇവിടെ തൊട്ടടുത്താണ് ക്ലാസ്സുകളെല്ലാരും. നടന്ന ക്ലാസ് കഴിഞ്ഞ് അടുത്ത തൊട്ടടുത്ത ക്ലാസ്, അങ്ങനെ ഒരു 17 ക്ലാസ്സുകൾ അടുപ്പിച്ചാണ്. ശബ്ദം ഉണ്ടാവും. ഇത് പറഞ്ഞു നോക്കട്ടെ കേട്ടോ. ഇല്ലല്ലോ, ശബ്ദം ഇല്ലല്ലോ. ഓക്കെ ഓക്കെ. യെസ്, സെക്കൻഡ് പോയിന്റ് എന്താണ്? രജിസ്റ്റർ എമർജൻസി റൂം പേഷ്യന്റ്, ഫയൽ, retrieve medical records for the emergency room physician, responsible for processing emergency room admissions. ഇനി ഇദ്ദേഹത്തിന്റെ മറ്റൊരു റോൾ എന്ന് പറയുന്നത് എന്താണ്? എല്ലാ രജിസ്ട്രേഷൻ പർപ്പസുകളും കൃത്യമായി ചെയ്തതിനു ശേഷം, പ്രത്യേകിച്ച് എമർജൻസി റൂം പേഷ്യൻസിന്റെ രജിസ്ട്രേഷൻസ് കൃത്യമായി രജിസ്റ്റർ ചെയ്തതിനു ശേഷം പിന്നെ എന്താണ്? അതെല്ലാം കമ്പ്യൂട്ടറിൽ രേഖപ്പെടുത്തുന്നത്. അതിനുശേഷം വരുന്ന ഡ്യൂട്ടി എന്ന് പറഞ്ഞാൽ എന്താണ്? രോഗികളുടെ എല്ലാ ഫയലുകളും മെഡിക്കൽ റെക്കോർഡ്സുകളും കൈകാര്യം ചെയ്യുന്നതും ആര് തന്നെയാണ്? എമർജൻസി റൂം ക്ലർക്കിന്റെ ഡ്യൂട്ടിയാണ് കേട്ടോ. രോഗികളുടെ മെഡിക്കൽ ഫയൽസുകളും അതേപോലെ തന്നെ മെഡിക്കൽ റെക്കോർഡ്സുകളെല്ലാം കൈകാര്യം ചെയ്യുന്നതും എമർജൻസി റൂം ക്ലർക്കാണ്. ഓക്കെ. യെസ്, പ്രത്യേകിച്ച് അഡ്മിഷൻസുമായി ബന്ധപ്പെട്ട കാര്യങ്ങളെല്ലാം തന്നെ കൈകാര്യം ചെയ്യുന്നത് ഇദ്ദേഹം തന്നെയാണ്. Then provide exceptional customer service. തേർഡ് പോയിന്റ് എന്താണ്? Provide exceptional customer service. എമർജൻസി ഡിപ്പാർട്ട്മെന്റിന് എങ്ങനെയുള്ള ഒരു സർവീസസ് ആണ് അദ്ദേഹം പ്രൊവൈഡ് ചെയ്യുന്നത്? ഏറ്റവും മികച്ച കസ്റ്റമർ സർവീസസ് ആയിരിക്കും ഇദ്ദേഹം പ്രൊവൈഡ് ചെയ്യേണ്ടത് അല്ലെ. എമർജൻസി റൂം ക്ലർക്കിന്റെ പ്രധാന ഡ്യൂട്ടിയിൽ ഒന്നാണ് എന്ത്? വരുന്ന പേഷ്യൻസിന് ഏറ്റവും എക്സെപ്ഷണൽ ആയിട്ടുള്ള മികച്ച രീതിയിലുള്ള കസ്റ്റമർ സർവീസസ് പ്രൊവൈഡ് ചെയ്യുക. വരുന്ന പേഷ്യൻസിന്റെ എല്ലാ ആവശ്യകതകളും കൃത്യമായ രീതിയിൽ ചോദിച്ചറിഞ്ഞ് അവരുടെ നീഡ് എന്താണോ, അവരുടെ എക്സ്പെക്ടേഷൻ എന്താണോ, അതിനനുസരിച്ചിട്ടുള്ള സർവീസസുകൾ മികച്ച രീതിയിൽ പ്രൊവൈഡ് ചെയ്യുക എന്നതും ആരുടെ റോളാണ്? എമർജൻസി റൂം ക്ലർക്കിന്റെ റോളാണ്. ഓക്കെ. നല്ല ഉപഭോക്തൃ സേവനം നൽകുക. ഓക്കെ, മനസ്സിലായോ? മനസ്സിലാകുമ്പോൾ ഒരു തമ്പിട്ടാൽ മതി, നിങ്ങൾ ടൈപ്പ് ചെയ്യണമെന്നില്ല കേട്ടോ. Coordinate activities in connection with admission of patients in the hospital or other medical facility. Coordinate activities in connection with admission of patients in the hospital or other medical facility. പ്രത്യേകിച്ച് ഒരു ഡിപ്പാർട്ട്മെന്റിനകത്തുള്ള ആക്ടിവിറ്റീസ് കോർഡിനേറ്റ് ചെയ്യുന്നു. എന്തെല്ലാം ആക്ടിവിറ്റീസ് ആണ്? പ്രത്യേകിച്ച് അഡ്മിഷൻസുമായി ബന്ധപ്പെട്ട് അല്ലെ, പേഷ്യൻസിന്റെ അഡ്മിഷൻസുമായി ബന്ധപ്പെട്ടിട്ടുള്ള വിവരങ്ങൾ, എല്ലാ പ്രവർത്തനങ്ങളും എന്താണ്? കോർഡിനേറ്റ് ചെയ്യുന്നത് അദ്ദേഹമാണ്. ഓക്കെ, മനസ്സിലായോ? രോഗി അഡ്മിഷൻ സംബന്ധമായിട്ടുള്ള പ്രവർത്തനങ്ങളെ കൃത്യമായിട്ട് ഏകോപിപ്പിക്കുന്ന അല്ലെങ്കിൽ കോർഡിനേറ്റ് ചെയ്യുന്നത് എമർജൻസി റൂം ക്ലർക്കാണ്. Yes. Then assess patients' other needs from the healthcare professionals like need of ambulance services or referrals. Assess
patients, others needs from the healthcare professionals like need of ambulance services or referrals. ഇനി പേഷ്യൻസിന് മറ്റെന്തെങ്കിലും ആവശ്യകതകൾ ഉണ്ടാവും അല്ലെ, പ്രത്യേകിച്ച് അവരുടെ നീഡ് എന്ന് പറയുമ്പോൾ എന്തൊക്കെയായിരിക്കാം? ചിലപ്പോൾ ആംബുലൻസ് സർവീസസ് ആവശ്യമായിരിക്കും, അല്ലെങ്കിൽ റെഫറൽസ് ആവശ്യപ്പെടുന്ന പേഷ്യൻസ് ഉണ്ടാകാം. ആംബുലൻസ് സേവനം അല്ലെങ്കിൽ റെഫറൽസ് ആവശ്യമാണോ എന്ന് കൃത്യമായി പരിശോധിച്ചതിന് ശേഷം അവരുടെ ആവശ്യകത എന്താണോ അതിനനുസരിച്ച് അതെല്ലാം അറേഞ്ച് ചെയ്ത് കൊടുക്കേണ്ടതും ആരാണ്? എമർജൻസി റൂം ക്ലർക്കിന്റെ റോളാണ് കേട്ടോ. പേഷ്യൻസിനെ സംബന്ധിച്ചിടത്തോളം അവരുടെ നീഡ്, പ്രത്യേകമായിട്ടും ആംബുലൻസ് സർവീസസുകളോ മറ്റു റെഫറലുകളൊക്കെ ഉണ്ടെങ്കിൽ അതെല്ലാം ആവശ്യാനുസരണം ലഭ്യമാക്കുക എന്ന് പറയുന്നതും ചെയ്തു കൊടുക്കേണ്ടതും ആരാണ്? എമർജൻസി റൂം ക്ലർക്കാണ്. ഓക്കെ. Then grievance redressal. Grievance redressal. എന്താണ് grievance എന്ന് പറയുന്നത്? പരാതികൾ പരിഹരിക്കുക. എമർജൻസി ഡിപ്പാർട്ട്മെന്റുമായി ബന്ധപ്പെട്ട് വരുന്ന എന്തെങ്കിലും പരാതികൾ പേഷ്യൻസ് രേഖപ്പെടുത്തുകയാണെങ്കിൽ അതുമായി ബന്ധപ്പെട്ട് അത് അനലൈസ് ചെയ്തതിനു ശേഷം അതിന്റെ ഉചിതമായിട്ടുള്ള പരിഹാരങ്ങൾ, ആ ഒരു പ്രോബ്ലം സോൾവ് ചെയ്യുന്ന രീതിയിലുള്ള നടപടിക്രമങ്ങൾ സ്വീകരിക്കേണ്ടതും ഇദ്ദേഹമാണ്. ഓക്കെ. ഗ്രീവൻസ് റെഡ്രസൽ ആയിട്ട് പ്രവർത്തിക്കുക. എമർജൻസി ഡിപ്പാർട്ട്മെന്റിൽ ഉണ്ടാകുന്ന എന്തെങ്കിലും പ്രോബ്ലംസ്, പേഷ്യൻസോ സ്റ്റാഫ് മെമ്പേഴ്സോ ഡോക്ടേഴ്സോ ആരെങ്കിലും തമ്മിലുള്ള എന്തെങ്കിലും പ്രശ്നങ്ങൾ ഉണ്ടായി കഴിഞ്ഞാൽ അത് പരിഹരിക്കുന്നതും അതിന് കോർഡിനേറ്റ് ചെയ്യുന്നതൊക്കെ ആരാണ്? എമർജൻസി റൂം ക്ലർക്കാണ്. ഓക്കെ. മനസ്സിലായിട്ടാണോ ഇങ്ങനെ കേട്ടിരിക്കുന്നത് നിങ്ങള്? മനസ്സിലാവുണ്ടോ? ഓക്കെ. Then coordinate with, കണ്ട മനസ്സിലാവുന്നില്ല. ഗ്രീവൻസ് റെഡ്രസൽ എന്ന് പറഞ്ഞാൽ എന്താണ്? ആ ഡിപ്പാർട്ട്മെന്റിൽ എന്തെങ്കിലും പ്രശ്നങ്ങൾ ഉണ്ടാവണമെങ്കിൽ, എമർജൻസി ഡിപ്പാർട്ട്മെന്റ് എന്തെങ്കിലും ഒരു പ്രോബ്ലംസ് വരികയാണെങ്കിൽ, ഇപ്പൊ ചിലപ്പോൾ പേഷ്യൻസ് റിലേറ്റഡ് ആയിട്ടോ സ്റ്റാഫ് റിലേറ്റഡ് ആയിട്ടോ എന്തെങ്കിലും ഒരു ഡിസ്പ്യൂട്ടോ തർക്കങ്ങളൊക്കെ ഉണ്ടാവണമെങ്കിൽ അതൊക്കെ പരിഹരിക്കുന്ന, ആ പ്രശ്നങ്ങൾ സോൾവ് ചെയ്യുന്ന ഡ്യൂട്ടി ഇദ്ദേഹമാണ് കൈകാര്യം ചെയ്യുന്നത് കേട്ടോ. സിമ്പിൾ. ആരത്? അമൃതയുടെ അക്കൗണ്ടില് മോൻ ക്യാമറ ഓൺ ചെയ്തിട്ടുണ്ട്. ഓക്കെ. Then coordinate with other healthcare executive for bed arrangement. Coordinate with other healthcare executive for bed arrangements. നെക്സ്റ്റ് എന്താ പറയുന്നത്? ബെഡ് അവൈലബിലിറ്റിയുമായി ബന്ധപ്പെട്ട് അല്ലെങ്കിൽ ബെഡുകൾ ക്രമീകരിക്കുന്നതിന് വേണ്ടിയിട്ട് മറ്റ് ഹോസ്പിറ്റലിലെ മറ്റ് എക്സിക്യൂട്ടീവ്സും ഹെൽത്ത് കെയർ എക്സിക്യൂട്ടീവ്സുമായിട്ടൊക്കെ കോർഡിനേറ്റ് ചെയ്യുന്നതും എമർജൻസി റൂം ക്ലർക്കിന്റെ ഡ്യൂട്ടിയാണ് കേട്ടോ. യെസ്, മനസ്സിലായോ? ബെഡ് അറേഞ്ച്മെന്റ്സുമായി, അതായത് ബെഡ് ക്രമീകരണത്തിനായിട്ട് മറ്റ് ആരോഗ്യ പ്രവർത്തകരുമായിട്ട് സഹകരിച്ച് പ്രവർത്തിക്കുന്നത് എമർജൻസി റൂം ക്ലർക്കാണ്. ഓക്കെ. യെസ്. Then make sure that MLC cases are registered. Make sure that MLC cases. What is MLC? MLC stand for, very good, medico-legal cases. അല്ലെ, മെഡിക്കൽ അല്ല, അപ്പോഴും തെറ്റിച്ച് കളയാറുണ്ട് പല കുട്ടികളും. മെഡിക്കൽ അല്ല, മെഡിക്കോ ആണ്. ഇയാള് പറഞ്ഞാൽ ശരിയാണ്. മെഡിക്കോ ലീഗൽ കേസസ് നിർബന്ധമായിട്ടും രജിസ്റ്റർ ചെയ്തിട്ടുണ്ടോ എന്ന് ചെക്ക് ചെയ്യുക. ചെക്ക് ചെയ്യേണ്ട ചുമതല ആർക്കാണ്? എമർജൻസി റൂം ക്ലർക്കിനാണ് കേട്ടോ. MLC കേസുകൾ രജിസ്റ്റർ ചെയ്തിട്ടുണ്ടെന്ന് ഉറപ്പുവരുത്തുക. ഓക്കെ. MLC കേസുകൾ രജിസ്റ്റർ ചെയ്തിട്ടുണ്ടെന്ന് ഉറപ്പുവരുത്തേണ്ട ചുമതല എമർജൻസി റൂം ക്ലർക്കിനാണ്. Then maintenance of records like DAMA patients. Maintenance of records like DAMA patients. DAMA patients ആരാണ്? Discharge against medical advice. അറിയാത്തവരെ നോട്ട് ചെയ്യാട്ടോ. Discharge against medical advice. Discharge against medical advice. എഴുതിയെടുക്കുന്നത് എന്താന്ന് പറഞ്ഞു. Discharge against medical advice. അല്ലെങ്കിൽ ഇതിന് നമ്മൾ ലാമ എന്ന് പറയാറുണ്ട്. ലീവ് അഗെയിൻസ്റ്റ് മെഡിക്കൽ അഡ്വൈസ്. LAMA, ലാമ. ഡിസ്ചാർജ് അഗെയിൻസ്റ്റ് മെഡിക്കൽ അഡ്വൈസ് എന്ന് പറയുന്നത് എന്തായിരിക്കും? മെഡിക്കൽ ഉപദേശത്തിനെതിരായിട്ട് ഡിസ്ചാർജ് വാങ്ങിപ്പോകുന്ന പേഷ്യൻസ് അല്ലെ, വൈദ്യോപദേശത്തിനെതിരായിട്ട്. ഡിസ്ചാർജ് അഗെയിൻസ്റ്റ് മെഡിക്കൽ അഡ്വൈസ് അല്ലെ. ഓക്കെ. നമ്മൾ നിർബന്ധപൂർവ്വം ഒരു കോഴ്സ് ട്രീറ്റ്മെന്റ് തീർക്കുന്നതിന് മുൻപായിട്ട് അല്ലെങ്കിൽ രോഗിയുടെ സ്വന്തം ഇഷ്ടപ്രകാരം പോകുന്നതാണെന്ത്?
അല്ലെങ്കിൽ ഡോക്ടറുടെ നിർദ്ദേശപ്രകാരം അല്ലാതെ ഹോസ്പിറ്റൽ വിട്ടുപോകുന്നത്, അങ്ങനെയുള്ള കേസസുകൾ ഉണ്ടെങ്കിൽ അവരുടെ റെക്കോർഡ്സുകളെല്ലാം തന്നെ എന്താണ് കൃത്യമായിട്ട് സൂക്ഷിക്കുക. മെയിൻ്റനൻസ് ഓഫ് റെക്കോർഡ്സ് ലൈക്ക് ഡാമ പേഷ്യൻസ്. എന്തുകൊണ്ടാണ് ഇവരുടെ റെക്കോർഡ്സ് നമ്മൾ സൂക്ഷിക്കണമെന്ന് പറയുന്നത്? എന്തുകൊണ്ടാണ് ഡാമ പേഷ്യൻസിന്റെ റെക്കോർഡ്സുകൾ നിർബന്ധമായും സൂക്ഷിക്കാൻ പറയുന്നത്? ഇതാണ് വളരെ ഓൾറെഡി നമ്മൾ ഡാമ ഫോംസ് അല്ലെ, അല്ലെങ്കിൽ ഡിസ്ചാർജ് അഗെയിൻസ്റ്റ് മെഡിക്കൽ അഡ്വൈസ് എന്ന ഫോം ഉണ്ട്, ഒരു ഫോർമാറ്റ് ഉണ്ട്. അതിൽ പേഷ്യൻസിന്റെ കാര്യകാരണങ്ങളെല്ലാം രേഖപ്പെടുത്തിയിട്ടുണ്ടായിരിക്കും. ലീവ് ചെയ്ത് പോയി കഴിഞ്ഞാൽ ആ രോഗാവസ്ഥയുമായി ബന്ധപ്പെട്ട് എന്തെല്ലാം ആഫ്റ്റർ എഫക്ട്സ് ഉണ്ടായിരിക്കും, അതിനൊരിക്കലും ഹോസ്പിറ്റലോ ഡോക്ടറോ അതിന് ഉത്തരവാദികളല്ല എന്നുള്ളൊരു ഒരു ഫോർമാറ്റിലാണ് നമ്മളത് സൈൻ ചെയ്ത് പേഷ്യൻസിന് സൈൻ ചെയ്ത് വാങ്ങിച്ച ശേഷമാണ് അത് വിട്ടയക്കുന്നത്. ഓക്കെ, എന്നിരുന്നാൽ പോലും എന്തെങ്കിലും കോംപ്ലിക്കേഷൻസ് ഉണ്ടായി കഴിഞ്ഞാൽ ഓൾറെഡി ഈ ഒരു ഫോമിൽ അവർ സൈൻ ചെയ്തിട്ടുണ്ട് അല്ലെ, ആ ഒരു സൈൻ എപ്പോഴും നിർബന്ധമാണ്. ഓക്കെ, അപ്പൊ അത്തരം എന്തെങ്കിലും കോംപ്ലിക്കേഷൻസ് ഒക്കെ ഉണ്ടെങ്കിൽ അതിന്റെ പ്രൊട്ടക്ഷന് വേണ്ടിയിട്ട് കൂടിയാണ് നമ്മൾ ആ റെക്കോർഡ്സുകളൊക്കെ, പ്രത്യേകിച്ച് ഡിസ്ചാർജ് അഗെയിൻസ്റ്റ് മെഡിക്കൽ റെക്കോർഡ്സിന്റെ ഫോംസുകൾ കൃത്യമായിട്ട് എമർജൻസി റൂം ക്ലർക്ക് സൂക്ഷിച്ചു വെക്കുന്നത് കേട്ടോ. അതൊക്കെല്ലാം മെയിൻറ്റെയിൻ ചെയ്യുന്നതിന്റെ ഡ്യൂട്ടി അദ്ദേഹത്തിനാണ്. മനസ്സിലായോ? Okay. Next one, medical legal cases made based on the patient's condition, unnatural case of injury, RTA, etc. Record of such cases are entered into medical legal register with the details of patients and accident. The patient case file is termed as medical legal. The local police station is informed immediately. Casualty in charge will be informed the police based on the casualty in charge treating consultants instructions. Okay, ആ പോയിന്റ് ഒന്ന് ടെക്സ്റ്റിൽ നോക്കി ഒന്ന് വായിച്ചേ, നിങ്ങൾ സമാധാനമായിട്ടൊന്ന് വായിച്ചു നോക്കി. ഓക്കെ പ്രിയ, താങ്ക് യു. ലെഫ്റ്റ് ആയിക്കോളൂ കേട്ടോ. ഓക്കെ, നമുക്കറിയാം ഈ മെഡിക്കോ ലീഗൽ സ്പേസുകളെല്ലാം തന്നെ നമ്മൾ പ്രത്യേകമായിട്ടാണ് രജിസ്റ്റർ ചെയ്യുന്നത് അല്ലെ. പ്രത്യേകിച്ച് എന്തെങ്കിലും അപകടങ്ങള്, പരിക്ക്, അല്ലെങ്കിൽ RTA. RTA എന്ന് പറയുന്നത് എന്താണ്? റോഡ് ട്രാഫിക് ആക്സിഡൻസുകൾ അല്ലെ. അറിയാത്തവരെ നോട്ട് ചെയ്യാട്ടോ. റോഡ് ട്രാഫിക് ആക്സിഡൻസ്, RTA സ്റ്റാൻഡ് ഫോർ റോഡ് ട്രാഫിക് ആക്സിഡൻസ്. ഇതെല്ലാം തന്നെ നമ്മൾ എന്ത് കേസായിട്ടാണ് രജിസ്റ്റർ ചെയ്യുന്നത്? എന്തെങ്കിലും അപകടങ്ങള്, പരിക്കുകൾ, RTA കേസ് ഉൾപ്പെടെ നമ്മൾ MLC കേസായിട്ടാണ് നമ്മൾ അത് സ്റ്റാമ്പ് ചെയ്യുന്നത് അല്ലെ. MLC കേസസ് ആയിട്ടാണ് രജിസ്റ്റർ ചെയ്യുന്നത്. പറയുന്നത് മനസ്സിലാവുന്നുണ്ടോ പിള്ളേരെ? എന്തൊക്കെയാണ്? എന്തെങ്കിലും ഇഞ്ചുറീസോ അല്ലെങ്കിൽ റോഡ് ട്രാഫിക് ആക്സിഡൻസുകളോ അല്ലെങ്കിൽ മറ്റെന്തെങ്കിലും അപകടങ്ങൾ സംഭവിച്ചാൽ ഇതെല്ലാം തന്നെ നമ്മൾ എങ്ങനെയാണ് രജിസ്റ്റർ ചെയ്യുന്നത്? അതെല്ലാം മെഡിക്കോ ലീഗൽ കേസസുകളിലാണ് ഉൾപ്പെടുത്തുന്നത്. ഓക്കെ, അങ്ങനെ ചെയ്യുന്നത് അത് റെക്കോർഡ്സിലേക്ക് ആഡ് ചെയ്യുന്നതൊക്കെ ഈ എമർജൻസി റൂം ക്ലർക്ക് തന്നെയാണ്. ഇനി അതോടൊപ്പം തന്നെ എന്താണ്? Records of such cases are entered into medical legal cases with the details of patients and accidents and health and patient case immediately. And patient case file is stamped as medical legal. ഓക്കെ, അപ്പൊ ഈ പറഞ്ഞ എല്ലാ കേസുകളും നമ്മൾ MLC എന്ന സ്റ്റാമ്പിലാണ് നമ്മൾ, അതായത് രോഗിയുടെ അപകടത്തിന്റെയും വിവരങ്ങളെല്ലാം അടങ്ങുന്ന ഈ രജിസ്റ്റർ ചെയ്തിരിക്കുന്ന കേസുകളെല്ലാം തന്നെ MLC സ്റ്റാമ്പ്, അതായത് മെഡിക്കോ ലീഗൽ സ്റ്റാമ്പ് ചെയ്തിട്ടായിരിക്കും നമ്മൾ സൂക്ഷിക്കുന്നത്. ഇനി പ്രത്യേകമായിട്ടും രോഗിയുടെ ഫയലിൽ നമ്മൾ എന്ത് രേഖപ്പെടുത്തിയിട്ടുണ്ടായിരിക്കും? മെഡിക്കോ ലീഗൽ എന്ന് കൃത്യമായിട്ട് ലേബൽ ചെയ്തിട്ടുണ്ടായിരിക്കും കേട്ടോ. പ്രത്യേകിച്ച് ഇങ്ങനെ നടക്കുന്ന അപകടങ്ങൾ, ഇങ്ങനെ നടക്കുന്ന സിറ്റുവേഷൻസിലൊക്കെ എന്താണ്? രോഗിയുടെ ഫയലിൽ നമ്മൾ മെഡിക്കോ ലീഗൽ എന്ന് അടയാളപ്പെടുത്തിയിരിക്കും. ഇനി എത്രയും പെട്ടെന്ന് തന്നെ എന്താണ് നമ്മുടെ തൊട്ടടുത്തുള്ള ലോക്കൽ പോലീസ് സ്റ്റേഷൻസിൽ ഇൻഫോർമേഷൻ കൊടുക്കുന്നതും ഈ എമർജൻസി റൂം ക്ലർക്ക് തന്നെയാണ് കേട്ടോ. ഇത്തരം കേസുകൾ വന്നു കഴിഞ്ഞാൽ ഇത് രജിസ്റ്റർ ചെയ്തതിനു ശേഷം എത്രയും പെട്ടെന്ന് തന്നെ ഇമ്മീഡിയറ്റ് ആയിട്ട് തന്നെ ലോക്കൽ പോലീസ് സ്റ്റേഷൻസിലേക്ക് ഇൻഫോം ചെയ്യുന്നു. ഓക്കെ, യെസ്. Then based on the casualty in charge or treating consultant instruction,
ഈ ഇൻഫോർമേഷൻസ് ഒക്കെ നമ്മൾ പോലീസിനെ അറിയിക്കുന്നത് എന്തിന്റെ ബേസിലാണ്? കാഷ്വാലിറ്റി ഇൻചാർജിന് അല്ലെ, കാഷ്വാലിറ്റി ഇൻചാർജുള്ള അല്ലെങ്കിൽ ഡോക്ടറുടെ നിർദ്ദേശപ്രകാരമാണ് ബാക്കിയുള്ള നടപടിക്രമങ്ങളൊക്കെ നമ്മൾ സ്വീകരിക്കുന്നത്. അപ്പൊ അത്തരം പ്രൊസീജിയേഴ്സ് ഒക്കെ ഹാൻഡിൽ ചെയ്യാനായിട്ട് സഹായിക്കുന്നത് എമർജൻസി റൂം ക്ലർക്കാണ്. ഓക്കെ, ഒന്നുകൂടി ശ്രദ്ധിച്ച മെഡിക്കോ ലീഗൽ കേസസുമായി ബന്ധപ്പെട്ട് വരുന്ന എന്തെങ്കിലും അപകടങ്ങളോ RTA അല്ലെങ്കിൽ എന്തെങ്കിലും പരിക്കൊക്കെ വരുന്ന കേസുകളെല്ലാം തന്നെ നമ്മുടെ മെഡിക്കോ ലീഗൽ കേസ് എന്ന രീതിയിലാണ് രജിസ്റ്റർ ചെയ്യുന്നത്. അത്തരം കേസ് ഫയലുകളിൽ പേഷ്യന്റിന്റെ ഫയലുകൾ നമ്മൾ എന്താണ് മെഡിക്കൽ ലീഗൽ കേസസ് എന്ന രീതിയിൽ സ്റ്റാമ്പ് ചെയ്തിരിക്കും. ആ ഒരു രീതിയിലാണ് അത് ലേബൽ ചെയ്യുന്നത്. ഓക്കെ, ഇനി അതിനുശേഷമാണ് ലോക്കൽ പോലീസിൽ നമ്മൾ എത്രയും പെട്ടെന്ന് ഇൻഫോം ചെയ്യുന്നത്. അതുമായി ബന്ധപ്പെട്ട് എന്താണ് കാഷ്വാലിറ്റി ഇൻചാർജ് ഡോക്ടറുടെ നിർദ്ദേശപ്രകാരമുള്ള ബാക്കി നടപടിക്രമങ്ങൾ, ബാക്കി ഇൻസ്ട്രക്ഷൻസ് ഒക്കെ സ്വീകരിക്കുന്നു. അപ്പൊ ഇത്തരം കാര്യങ്ങളെല്ലാം മാനേജ് ചെയ്യുന്നത് ആര് തന്നെയാണ്? ആരാണ് മാനേജ് ചെയ്യുന്നത്? എമർജൻസി റൂം ക്ലർക്കാണ് അല്ലെങ്കിൽ സെക്രട്ടറി ആണ് കേട്ടോ. നമുക്ക് ഒന്നുകൂടി നോക്കാം എന്തൊക്കെയാണ് റോൾ ഓഫ് എമർജൻസി റൂം ക്ലർക്കിന്റെ ഡ്യൂട്ടി എന്ന് പറയുന്നത്. ഒന്ന് ബ്രീഫ് ചെയ്ത് പറയാം കേട്ടോ. ശ്രദ്ധിക്കണുണ്ടോ എല്ലാവരും? യെസ്, രോഗിയുടെ എല്ലാ വ്യക്തിഗത വിവരങ്ങളും കളക്ട് ചെയ്തതിനു ശേഷം ഹോസ്പിറ്റൽ ഇൻഫർമേഷൻ സിസ്റ്റത്തിലേക്ക് ആഡ് ചെയ്യുന്നു. പിന്നെന്താണ് സെക്കൻഡ് പോയിന്റ് എന്ന് പറയുന്നത്? പേഷ്യൻസിന്റെ എല്ലാ വിവരങ്ങളും അല്ലെ, എല്ലാ മെഡിക്കൽ ഫയലുകളും എന്താണ് റെക്കോർഡ്സുകളും കൃത്യമായിട്ട് കൈകാര്യം ചെയ്യുന്നു. വരുന്ന പേഷ്യൻസിന് ഏറ്റവും മികച്ച രീതിയിലുള്ള എക്സെപ്ഷണൽ കസ്റ്റമർ സർവീസസ് പ്രൊവൈഡ് ചെയ്യുന്നു. പിന്നെന്താണ് പേഷ്യൻസിന്റെ അഡ്മിഷൻസുമായി ബന്ധപ്പെട്ട കാര്യങ്ങളിൽ അതിന്റെ ആക്ടിവിറ്റീസുമായി ബന്ധപ്പെട്ട് കോർഡിനേറ്റ് ചെയ്യുന്നു. പേഷ്യൻസിന്റെ നീഡ്സ് എന്താണ്, അതായത് ആംബുലൻസ് സർവീസസ് ആവശ്യപ്പെടുന്ന പേഷ്യൻസിന്റെ റെഫറൻസ് ഉള്ള പേഷ്യൻസ് ഉണ്ട്, അതിന്റെ ആവശ്യകത എന്താണ് അത് അസസ് ചെയ്തതിനു ശേഷം അത് കൃത്യമായ രീതിയിൽ നടപ്പിലാക്കി കൊടുക്കുന്നതും അദ്ദേഹമാണ്. ഇനി എമർജൻസി ഡിപ്പാർട്ട്മെന്റുമായി ബന്ധപ്പെട്ട് എന്തെങ്കിലും പരാതികളൊക്കെ ഉണ്ടെങ്കിൽ അത് പരിഹരിക്കുന്നത് അദ്ദേഹമാണ്. പിന്നെ എന്താണ് ബെഡ് അറേഞ്ച്മെന്റുമായി ബന്ധപ്പെട്ട് ഹെൽത്ത് കെയർ എക്സിക്യൂട്ടീവുമായിട്ട് കോർഡിനേറ്റ് ചെയ്ത് പ്രവർത്തിക്കുന്നത് എമർജൻസി റൂം ക്ലർക്കാണ്. ദെൻ നിർബന്ധമായിട്ട് എന്താണ് MLC കേസുകൾ രജിസ്റ്റർ ചെയ്തിട്ടുണ്ടോ എന്ന് ഉറപ്പുവരുത്തേണ്ടതും ഇദ്ദേഹമാണ്. പിന്നെ അതേപോലെ തന്നെ ഡിസ്ചാർജ് അഗെയിൻസ്റ്റ് മെഡിക്കൽ അഡ്വൈസ് പേഷ്യൻസ് ഉണ്ടാവും അല്ലെ, ആ ഒരു കേസുകളെല്ലാം തന്നെ റെക്കോർഡ്സുകളെല്ലാം മെയിൻറ്റെയിൻ ചെയ്യുന്നത് അദ്ദേഹമാണ്. പ്രത്യേകിച്ച് മെഡിക്കൽ ലീഗൽ കേസസ് വരെയാണെങ്കിൽ അത് ആ MLC കേസസ് എന്ന രീതിയിൽ സ്റ്റാമ്പ് ചെയ്യുന്നതും പോലീസിന് എത്രയും പെട്ടെന്ന് ഇൻഫോം ചെയ്യുന്നതും ബാക്കി അവിടുത്തെ കൺസൾട്ട് ചെയ്യുന്ന ഡോക്ടറുടെ നിർദ്ദേശപ്രകാരം ബാക്കി നടപടിക്രമങ്ങളെല്ലാം സ്വീകരിക്കുന്നതും എമർജൻസി റൂം ക്ലർക്കിന്റെ റോൾസ് ആണ്. ഓക്കെ, ക്ലിയർ ആണോ? ക്ലിയർ എല്ലാവർക്കും? ക്ലാസ്സിൽ ഇപ്പോ 69 കുട്ടികളുണ്ട്. 70, 71 കൂട്ടണ്ട. 70 ഒന്ന് സ്മാർട്ട് സ്റ്റഡി ടെക്നിക്കൽ ടീമാണ്, ഒന്ന് ടീച്ചറാണ്, ബാക്കി നിങ്ങൾ 69 പേരുണ്ട്. ഓക്കെ, 9ാമത്തെ പോയിന്റോ? ഡാമ പേഷ്യൻസ്. ഡാമ പേഷ്യൻസ് എന്ന് വെച്ചാല് ഡിസ്ചാർജ് അഗെയിൻസ്റ്റ് മെഡിക്കൽ അഡ്വൈസ് ചെയ്തു പോകുന്ന പേഷ്യൻസ്, അതായത് വൈദ്യോപദേശത്തിനെതിരായിട്ട്, അതായത് നിർബന്ധപൂർവ്വം ഡിസ്ചാർജ് വാങ്ങി പോകുന്ന ആൾക്കാരുണ്ട്, ഒന്നും പറയാതെ ഡിസ്ചാർജ് വാങ്ങുന്ന ആൾക്കാരുണ്ട്, പേഷ്യൻസ് ഉണ്ട്. അങ്ങനെയുള്ളവരുടെ റെക്കോർഡ്സ് എപ്പോഴും മെയിൻറ്റെയിൻ ചെയ്യേണ്ടത് ഇദ്ദേഹത്തിന്റെ ഡ്യൂട്ടിയാണ് കേട്ടോ. യെസ്, ഒരു ഡാമ ഫോമില പേഷ്യൻസിൽ നിന്ന് നമ്മൾ സൈൻ വാങ്ങിച്ചതിന് ശേഷമായിരിക്കും അവരെ വിട്ടയക്കേണ്ടത്. ഓക്കെ, അതിലെല്ലാ കാര്യങ്ങളും നമ്മൾ കൊടുത്തിട്ടുണ്ടായിരിക്കും. ഇത് ആള് ചികിത്സ നിരസിച്ചാലുള്ള കോൺസിക്വൻസസ് എന്തൊക്കെയാണ്, അല്ലെങ്കിൽ ഹോസ്പിറ്റലോ ഡോക്ടേഴ്സോ ആ പേഷ്യന്റിന് എന്ത് സംഭവിച്ചാലും ഉത്തരവാദികളല്ല എന്നുള്ള കാര്യങ്ങളൊക്കെ ആ ഒരു ഡാമ ഫോംസിൽ നമ്മൾ ഉൾപ്പെടുത്തിയിട്ടുണ്ട്. നമ്മൾ ഡിസ്ചാർജ് പ്രോസസ്സിൽ നമ്മൾ ഡീറ്റെയിൽ ആയിട്ട് പഠിക്കും കേട്ടോ. 3rd മൊഡ്യൂൾ ആവുമ്പോഴേക്കും ഓക്കെ, അതിൽ ഡീറ്റെയിൽ ആയിട്ട് പഠിക്കുന്നുണ്ട്. അപ്പൊ അത്രയും റെക്കോർഡ്സ് ഒക്കെ മെയിൻറ്റെയിൻ ചെയ്യുന്ന ആരാണ്? എമർജൻസി റൂം ക്ലർക്കിന്റെ ഡ്യൂട്ടിയാണ്. ഓക്കെ, വേറെ എന്തെങ്കിലും സംശയം? ഇല്ല. യെസ്, അപ്പൊ നമ്മുടെ ചാപ്റ്റർ കംപ്ലീറ്റഡ് ആണ് കേട്ടോ, ആക്സിഡന്റ് ആൻഡ് എമർജൻസി. ടീച്ചർ ഇപ്പൊ 2 ചാപ്റ്റർ കംപ്ലീറ്റ് ചെയ്തിട്ടുണ്ട്. ഒന്ന് ഇൻട്രൊഡക്ഷൻ, ഒന്ന് ആക്സിഡന്റ് ആൻഡ് എമർജൻസി, 7th ചാപ്റ്റർ. ഇനി അടുത്തത് നമുക്ക് ഓപ്പറേഷൻ തിയേറ്റേഴ്സിലേക്ക് പോയാലോ? ഓപ്പറേഷൻ തിയേറ്റർ ചാപ്റ്റർ 12 OT. യെസ്, ടെക്സ്റ്റ് ബുക്ക് കിട്ടിയോ പിള്ളേരെ? പിന്നെ ഇത് എക്സാമിന് ചോദിക്കില്ലേ? എല്ലാ പാഠഭാഗത്തു നിന്നും ക്വസ്റ്റ്യൻസ് ഉണ്ടാവും കേട്ടോ.
ടെക്സ്റ്റ് ബുക്ക് എന്താ കിട്ടാത്ത? നിങ്ങൾ ഓർഡർ ചെയ്തിട്ടില്ലേ? എങ്ങനെ പഠിക്കും? കിട്ടാത്തവരെ പെട്ടെന്ന് ഓർഡർ ചെയ്യാം കേട്ടോ. ഓർഡർ ചെയ്തിട്ടുണ്ട്. വരും 2-3 ദിവസങ്ങളിൽ എത്തും കേട്ടോ. കിട്ടിയിട്ടില്ല, ചെയ്തിട്ട് കുറെ ദിവസമായി. അങ്ങനെ വരുമ്പോ ഇവിടെ കോണ്ടാക്ട് ചെയ്യണം, കിട്ടിയിട്ടില്ല എന്ന് പറഞ്ഞിട്ടോ. ഒന്ന് കോണ്ടാക്ട് ചെയ്യണേ ഓഫീസില്. ചെയ്തിട്ടുണ്ട്, കിട്ടും. PDF കാണാൻ പറ്റുന്നുണ്ടല്ലോ. കോണ്ടാക്ട് ചെയ്തു ഈ വീക്ക് കിട്ടുമെന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പൊ കിട്ടോളൂ കേട്ടോ, വെയിറ്റ് ചെയ്യാം കേട്ടോ. ടെക്സ്റ്റ് ഇല്ലാത്തതുകൊണ്ട് പഠിക്കാൻ ബുദ്ധിമുട്ടുണ്ടാവും അല്ലെ? എന്നാലും എല്ലാവർക്കും ക്ലാസ് ഒക്കെ ഫോളോ ചെയ്യാൻ പറ്റുന്നില്ലേ പിള്ളേരെ? ക്ലാസ് കേട്ട് കഴിഞ്ഞാൽ ചില എക്സാം കണ്ടക്ട് ചെയ്യുമ്പോഴും നമുക്ക് എളുപ്പമാണ്. ക്ലാസ് കേട്ടത് വെച്ചിട്ട് പരീക്ഷ എഴുതാൻ പറ്റും. സിമ്പിളായിട്ട് ശ്രദ്ധിക്കുന്നവരാണെങ്കിൽ കുഴപ്പമില്ല. കേട്ടത് വെച്ച് കേട്ട് പരീക്ഷ എഴുതുന്ന ഒത്തിരി കുട്ടികളുണ്ട്. ഇവിടെ പഠിച്ചു പോയ കുട്ടികളുടെ കാര്യമാണ് കേട്ടോ. വർക്കിംഗ് ചെയ്യുന്നവരൊക്കെ ജസ്റ്റ് ഹെഡ്സെറ്റ് വെച്ച് ജസ്റ്റ് കേട്ടിട്ട് പോയി പരീക്ഷ എഴുതാറുണ്ട്. അങ്ങനെ കേട്ടെഴുതാനും എളുപ്പമായിരിക്കും. ഓക്കെ, ഓപ്പറേഷൻ തിയേറ്റർ ചാപ്റ്റർ 12 കേട്ടോ. ഒട്ടി. യെസ്, ഒട്ടിന്ന് കേൾക്കുമ്പോൾ ഒരു പേടിയുണ്ടല്ലോ നമുക്ക് എല്ലാവർക്കും. ഓപ്പറേഷൻ തിയേറ്റർ എന്ന് പറയുന്നത് ഒരു വലിയ സന്തോഷം കിട്ടുന്ന സ്ഥലമാണ്. പക്ഷെ സന്തോഷങ്ങൾ ഉണ്ടാവുന്ന ഒരു സ്ഥലം കൂടിയാണ് അല്ലെ? മിറാക്കിൾസ് സംഭവിക്കുന്ന ഒരു സ്ഥലമാണ്. അതേപോലെ തന്നെ എന്തെങ്കിലും കോംപ്ലിക്കേഷൻസും സംഭവിക്കുന്ന സ്ഥലം തന്നെയാണ്, പ്ലേസ് തന്നെയാണ് അല്ലെ ഒട്ടി. എന്തെങ്കിലും ചോദിച്ചാൽ മിണ്ടാതിരിക്കരുത് കേട്ടോ. എന്തെങ്കിലും റെസ്പോണ്ട് ചെയ്യണേ. ഓക്കെ, എത്ര പേര് ഒട്ടി കണ്ടിട്ടുണ്ട് എന്ന് ചോദിക്കുന്നതിൽ ഒരു അർത്ഥമില്ല. ഒട്ടി കാണാണ്ടിരിക്കട്ടെ അല്ലെ? തിയേറ്റേഴ്സിലൊന്നും വർക്ക് ചെയ്യാം. ഓക്കെ, അല്ലാതെ നമുക്ക് പോവേണ്ട ഒരു അവസ്ഥകൾ ഒരിക്കലും ഉണ്ടാവാതിരിക്കട്ടെ അല്ലെ? എന്നിരുന്നാൽ പോലും കേൾക്കുമ്പോൾ നമുക്ക് ഓപ്പറേഷൻ തിയേറ്റർ എന്ന് പറയുമ്പോൾ തന്നെ, ഓപ്പറേഷൻ എന്ന് പറയുമ്പോൾ തന്നെ എല്ലാവർക്കും ഒരു പേടിയാണ് അല്ലെ? പക്ഷെ അവിടെയാണ് ഏറ്റവും കൂടുതൽ മിറാക്കിൾസ് സംഭവിച്ചിട്ടുള്ളത് അല്ലെ? അത്ഭുതങ്ങൾ സംഭവിക്കുന്ന മറ്റൊരിടം കൂടിയാണ് എന്ത്? ഓപ്പറേഷൻ തിയേറ്റർ. ഓക്കെ, എടോ ഇത് നമ്മുടെ ക്ലാസ്സിലെ 25 ബിലോ കുട്ടികളുണ്ടോ? 25-ന് താഴെയുള്ള കുട്ടികളുണ്ടോ? 25 വയസ്സിന് താഴെ. യെസ് ഉണ്ട്. നിങ്ങളെ ഒന്ന് പ്രത്യേകം പരിഗണിക്കാൻ മാത്രമേ. സത്യം പറഞ്ഞ ഈ ബാച്ചിലും ഒത്തിരി പേരുണ്ടല്ലോ. ഈ ബാച്ചിലാണ് ഇത്രയും യങ്സ്റ്റേഴ്സ്. ബാക്കി ഞങ്ങളൊക്കെ പഠിപ്പിച്ചിട്ടുള്ളത് ഒരു 30 അബോ കുട്ടികളെയാണ്. 30, 35, 40 ഒക്കെ ആയിരുന്നു. നല്ല കാര്യം. 26 കുഴപ്പമില്ലടോ, ഉൾപ്പെടുത്താം. ഷഹല 20, 25, 19 ഉണ്ടോ? 19, 20, 21 ഉണ്ട്. ഓക്കെ, 80 ഉണ്ട്. എങ്ങനെ നിങ്ങളോട് ചോദിക്കട്ടെ, ബാക്കിയുള്ളവരോട് കേട്ടോ. കുട്ടികളെ നിങ്ങൾക്ക് ഫോളോ ചെയ്യാൻ പറ്റുന്നോ ക്ലാസ്? യെസ് ഉണ്ട്, അത് മതി. യെസ്, അപ്പൊ ഓപ്പറേഷൻ തിയേറ്റേഴ്സിന് ഇൻട്രൊഡക്ഷൻ നോക്കാം. An operation theatre is a place where certain intrusive surgical procedures, which means operation that involve cutting into or working inside a patient's body, take place. This may contain either minimally invasive procedures such as keyhole surgery, when cameras and laparoscope are inserted through small incisions, or open surgery where surgeons make large cuts to reach internal organs. When robot-assisted surgery allows surgeons to perform certain procedures with a small incision. Operation theatre is otherwise known as
OR rooms. ഓക്കെ, ഒരു ഓപ്പറേഷൻ തിയേറ്റർ എന്ന് പറയുന്നത് എന്ത് പ്രൊസീജിയർ ആണ് അവിടെ നമ്മൾ കണ്ടക്ട് ചെയ്യുന്നത്? എന്ത് പ്രൊസീജിയർ ആണ്? നമുക്കറിയാം സർജറീസ് കണ്ടക്ട് ചെയ്യുന്ന അല്ലെ, ശാസ്ത്രക്രിയകൾ നടത്തുന്ന ഒരു പ്ലേസ് ആണ് എന്ത് ഓപ്പറേഷൻ തിയേറ്റർ എന്ന് പറയുന്നത് അല്ലെ. സർജിക്കൽ പ്രൊസീജിയേഴ്സ് ആണ് നമ്മൾ അവിടെ കണ്ടക്ട് ചെയ്യുന്നത്. പ്രത്യേകിച്ച് ശരീരത്തിലെ അല്ലെ മുറിവുകൾ ഉണ്ടാക്കി ഓപ്പറേഷൻസ് എങ്ങനെയാണ് സംഭവിക്കുന്നത്? ശരീരത്തിനകത്ത് മുറിവുകൾ ഉണ്ടാക്കി ചികിത്സ നടത്തുന്ന നടപടിക്രമങ്ങളാണ് ഇവിടെ നടത്തുന്നത് അല്ലെ. സർജിക്കൽ പ്രൊസീജിയേഴ്സ് കണ്ടക്ട് ചെയ്യുന്നത് എവിടെയാണ്? ഓപ്പറേഷൻ തിയേറ്റേഴ്സിലാണ്. പ്രത്യേകിച്ച് രോഗിയുടെ ശരീരത്തിലെ മുറിവുകൾ ഉണ്ടാക്കിയതിനു ശേഷമാണ് നമ്മൾ പ്രൊസീജിയേഴ്സ് കണ്ടക്ട് ചെയ്യുന്നത്. ഓക്കെ, ഇനി നമുക്കറിയാം ഇവിടെ പല സർജറീസ്, പല രീതിയിലുള്ള സർജറികൾ നമ്മൾ കണ്ടക്ട് ചെയ്യുന്നുണ്ട് അല്ലെ. ഇവിടെ 3 സർജറീസിനെ കുറിച്ച് പറയുന്നുണ്ട്. ഒന്ന് കീ ഹോൾ സർജറി ഉണ്ട്, പിന്നെ എന്താണ് ഓപ്പൺ സർജറി, റോബോട്ട് അസിസ്റ്റഡ് സർജറി. എന്താണ് കീ ഹോൾ സർജറി എന്ന് പറയുന്നത്? കേട്ടിട്ടുണ്ടോ നിങ്ങള്? കീ ഹോൾ അല്ലെ, ഏറ്റവും സിംപ്ലിഫൈ ആയിട്ടുള്ള ഒരു സർജിക്കൽ പ്രൊസീജിയർ ആണ്. എന്താണ് ഇവിടെ നമ്മൾ ലാപ്രോസ്കോപ്പ് ഇൻസേർട്ട് ചെയ്തിട്ടുണ്ട്. അതായത് ചെറിയ മുറിവുകളുടെ ഏകദേശം ശ്രദ്ധിച്ച് 1 സെന്റിമീറ്റർ മുതൽ 1/2 സെന്റിമീറ്റർ വരെയുള്ള ചെറിയ ചെറിയ മുറിവുകളിലൂടെ ലാപ്രോസ്കോപ്പും ക്യാമറ ലൈറ്റ് റിസോഴ്സസ് ഒക്കെ കടത്തി വിട്ടിട്ടാണ് നമ്മൾ ഈ ഒരു സർജറി കണ്ടക്ട് ചെയ്യുന്നത്. ഓക്കെ, കീഹോൾ സർജറി എങ്ങനെയാണ് കണ്ടക്ട് ചെയ്യുന്നത്? ചെറിയ മുറിവുകൾ, അതായത് ഏകദേശം 1 സെന്റിമീറ്റർ മുതൽ 1/2 സെന്റിമീറ്റർ വരെയുള്ള ചെറിയ മുറിവുകളിലൂടെ ഒരു മുറിവിലൂടെ ലാപ്രോസ്കോപ്സും മറ്റതിൽ ലൈറ്റ് റിസോഴ്സസും ക്യാമറ എല്ലാം കടത്തി വിട്ടതിന് ശേഷമാണ് നമ്മൾ ഈ ഒരു സർജറി കണ്ടക്ട് ചെയ്യുന്നത്. ഏറ്റവും പെയിൻ റിലീഫ് ഉള്ള ഒരു പെട്ടെന്ന് തന്നെ റിലീഫ് കിട്ടുന്ന ഒരു സർജറിയാണ് കീ ഹോൾ എന്ന് പറയുന്നത് അല്ലെ. നമുക്ക് ഒരുപാട് ദിവസം ഹോസ്പിറ്റലൈസ് ചെയ്യേണ്ട, ഏകദേശം 1 മണിക്കൂറിനുള്ളിൽ തന്നെ എന്താണ് പേഷ്യന്റ് പെട്ടെന്ന് തന്നെ കോൺഷ്യസ് ആവുന്ന, അധികം വേദനകൾ അനുഭവിക്കുന്നില്ല, അധികം ആഫ്റ്റർ എഫക്ട്സ് വരുന്നില്ല. അങ്ങനെ നമുക്ക് പെട്ടെന്ന് റിലീഫ് കിട്ടുന്ന ഒരു സർജറിയുടെ കാറ്റഗറിയിൽ വരുന്നതാണ് എന്ത്? കീ ഹോൾ സർജറി. ഇവിടെ ചെറിയ മുറിവുകളിലൂടെയാണ് എന്ത് സർജറി നടത്തപ്പെടുന്നത്. ഓക്കെ, മനസ്സിലായോ എന്താണ് കീ ഹോൾ സർജറി എന്ന്? ചെറിയ മുറിവിലൂടെ, സ്മോൾ ഇൻസിഷൻസിലൂടെയാണ് കീ ഹോൾ സർജറി കണ്ടക്ട് ചെയ്യുന്നത്. നെക്സ്റ്റ്, അപ്പൊ ഓപ്പൺ സർജറിയുടെ പ്രത്യേകത എന്തായിരിക്കും? ഓപ്പൺ സർജറിയുടെ പ്രത്യേകത where surgeons make larger cuts to reach the internal organs. ഇങ്ങനെയാണ് ഓപ്പൺ സർജറിയുടെ പ്രത്യേകത. എന്താണ്? വലിയ മുറിവുകളിലൂടെയാണ് അല്ലെ, വലിയ മുറിവുണ്ടാക്കി ശസ്ത്രക്രിയ ചെയ്യുന്ന പ്രൊസീജിയേഴ്സ് ആണ് ഓപ്പൺ സർജറി. ഓപ്പൺ സർജറിയുടെ ഒരു എക്സാമ്പിൾ പറയാമോ നിങ്ങൾക്ക്? ഓപ്പൺ സർജറി, നിങ്ങൾ ബൈപ്പാസ് സർജറി കേട്ടിട്ടുണ്ടോ? ബൈപ്പാസ് സർജറി, ബൈപ്പാസ് ഓപ്പൺ സർജറിയാണ്. അതേപോലെ വേറെ ഏതാണ് എക്സാമ്പിൾ പറയാവുന്നത്? പിള്ളേരെ എക്സാമ്പിൾ പറയൂ. ഓപ്പൺ സർജറി എക്സാമ്പിൾ സി സെക്ഷൻ, സിസേറിയൻ ഓപ്പൺ സർജറി ആണോ? യെസ്, വെരി ഗുഡ്. ഓക്കെ, വെരി ഗുഡ്. യെസ്, അതെല്ലാം ഓപ്പൺ സർജറിയുടെ എക്സാമ്പിൾസ് ആണ്. അതായത് ലാർജർ കട്ട്സ്, അതായത് വലിയ മുറിവുകളിലൂടെ ഉണ്ടാക്കപ്പെടുന്ന സർജിക്കൽ പ്രൊസീജിയർ ആണ് എന്ത്? ഓപ്പൺ സർജറികൾ എന്ന് പറയുന്നത്. ഇനി റോബോട്ട് അസിസ്റ്റഡ് സർജറി എന്ന് പറയുന്നത് എന്താണ്? റോബോട്ട് അസിസ്റ്റഡ് സർജറി റോബോട്ടിക് സാങ്കേതിക വിദ്യകൾ ഉപയോഗിച്ചുകൊണ്ട് അവിടെ നമ്മൾ ചെറിയ ഇൻസിഷൻ എന്ന് വെച്ചാൽ മുറിവുകളാണ് കേട്ടോ. ചെറിയ ഇൻസിഷൻസിലൂടെയാണ് നമ്മൾ റോബോട്ട് അസിസ്റ്റഡ് സർജറികൾ കണ്ടക്ട് ചെയ്യപ്പെടുന്നത്. ഓക്കെ, ഇവിടെ റോബോട്ടിക് സാങ്കേതിക വിദ്യകളാണ് നമ്മൾ ഉപയോഗിക്കുന്നത്. അതായത് ഏകദേശം എങ്ങനെയുള്ള സർജറികളായിരിക്കും റോബോട്ട് അസിസ്റ്റഡ് സർജറികൾ നമ്മൾ ചെയ്യാറ്? ഏതെങ്കിലും ഒരു എക്സാമ്പിൾ അറിയാമോ? റോബോട്ട് അസിസ്റ്റഡ് സർജറിയുടെ എക്സാമ്പിൾ ആലോചിക്കേ. ചെറിയ ഏതെങ്കിലും ഒരു സർജറി ഒന്നും അറിയില്ല നിങ്ങൾക്ക്? കേട്ടിട്ട് പോലുമില്ല റോബോട്ട് അസിസ്റ്റഡ് സർജറി? മുട്ടുമാറ്റിവെക്കൽ ശസ്ത്രക്രിയകള് റോബോട്ട് അസിസ്റ്റഡ് അല്ലെ. ഓക്കെ, പിന്നെ വേറെ ഏതൊക്കെയാണ്? ആന്റിനോഡ് സർജറി. ഓക്കെ, യെസ്. ഓക്കെ, വാട്ടർ. ഓക്കെ, അപ്പൊ നമ്മള് ഓപ്പറേഷൻ തിയേറ്റർ ഇൻട്രൊഡക്ഷൻ ആണ് പറഞ്ഞത്. അതില് എന്താണ്? സോറി, 3 സർജറീസ് പറഞ്ഞല്ലോ. ഒന്ന് കീ ഹോൾ സർജറി, ഓപ്പൺ സർജറി ആണ് റോബോട്ട് അസിസ്റ്റഡ്. കീ ഹോൾ സർജറി എന്ന് പറയുന്നത് എന്താണ്? സ്മോൾ ഇൻസിഷൻസ് ഉണ്ടാക്കി ലാപ്രോസ്കോപ്പുകൾ കടത്തി വിട്ടിട്ടാണ് നമ്മൾ ഈ സർജറി കണ്ടക്ട് ചെയ്യുന്നത്. റോബോട്ട് അസിസ്റ്റഡ് സർജറി എന്ന് പറയുമ്പോൾ എന്താണ്? അവിടെയും സ്മോൾ ഇൻസിഷൻസ് ഉപയോഗിച്ചുകൊണ്ട്
റോബോട്ടിക് സാങ്കേതിക വിദ്യകളും ലൈറ്റ് റിസോഴ്സസ് ആണ് നമ്മൾ അവിടെ ഉപയോഗിക്കുന്നത്. ഓപ്പൺ സർജറി എന്ന് പറയുമ്പോൾ എന്താണ്, ലാർജർ കട്ട്സിലൂടെയാണ് ഇന്റേണൽ ഓർഗൻസിൽ നമ്മൾ പ്രൊസീജിയേഴ്സ് കണ്ടക്ട് ചെയ്യുന്നത്. അങ്ങനെ 3 സർജറീസ് ആണ് പ്രധാനമായിട്ടും വരുന്നത്. ഓക്കെ, ഇനി നമ്മൾ ഓപ്പറേഷൻ തിയേറ്റേഴ്സിന് അതർവൈസ് പറയുന്ന മറ്റൊരു പേരെന്ന് പറയുന്നത് ഏതാണ്, OR എന്ന് പറയും. OR എന്ന് സൂചിപ്പിക്കുന്ന എന്താണ്, ഓപ്പറേറ്റിംഗ് റൂംസ്. അണ്ടർലൈൻ ചെയ്യാട്ടോ. ഓപ്പറേഷൻ തിയേറ്റർ ഈസ് അതർവൈസ് നോൺ ആസ് OR അഥവാ ഓപ്പറേറ്റിംഗ് റൂംസ്. അണ്ടർലൈൻ ചെയ്യണം കേട്ടോ. ഓക്കെ, യെസ്. ഒരു ഓപ്പറേഷൻ തിയേറ്റർ എന്ന് പറയുന്നത് എന്താണ്, is a place where certain intrusive surgical procedures, which means operation that involve cutting into and working inside the patient's body take place. ബോഡിയുടെ ശരീരത്തിലെ മുറിവുകൾ ഉണ്ടാക്കി അതിനകത്ത് പ്രൊസീജിയേഴ്സ് കണ്ടക്ട് ചെയ്യുന്നതാണ് എന്ത്, ഓപ്പറേഷൻ തിയേറ്റേഴ്സ് എന്ന് പറയുന്നത്. പ്രധാനമായിട്ട് മിനിമൽ ഇൻവാസീവ് ആയിട്ടുള്ള പ്രൊസീജിയേഴ്സ് ആണ് നമ്മളിവിടെ കണ്ടക്ട് ചെയ്യുന്നത്. പ്രധാനമായിട്ടും 3 സർജറീസ് വരുന്നുണ്ട്, കീപ്പ് ഹോൾ, ഓപ്പൺ ആൻഡ് റോബോട്ടിക് അസിസ്റ്റഡ് സർജറി. ഓപ്പറേഷൻ തിയേറ്റേഴ്സിന് നമ്മൾ അതർവൈസ് പറയുന്ന പേരാണ് എന്ത്, ഓപ്പറേറ്റിംഗ് റൂംസ് അഥവാ OR എന്ന് പറയുന്നത്. ഇനി OT സ്റ്റാൻഡ് ഫോർ എന്താണ്, OT എന്താണ്, ഓപ്പറേഷൻ തിയേറ്റർ. ഓക്കെ, യെസ്. ഇൻട്രൊഡക്ഷൻ ഒന്ന് വായിച്ചു നോക്കിയേ, ഇൻട്രൊഡക്ഷൻ ഒന്ന് വായിച്ചു നോക്കിയേ. ക്ലിയർ ആണോ, ഇൻട്രൊഡക്ഷൻ ക്ലിയർ ആണോ? യെസ്. ഓക്കെ, നമുക്ക് OR എൻവയോൺമെന്റ് കൂടി ഒന്ന് പറഞ്ഞാലോ. ഒരു ഓപ്പറേഷൻ തിയേറ്റേഴ്സിന്റെ അറ്റ്മോസ്ഫിയർ അല്ലെങ്കിൽ ചുറ്റുപാട് എങ്ങനെയാണ് അതുകൂടി ഒന്ന് നോക്കാട്ടോ, കുറച്ചുള്ളൂ. ഓപ്പറേറ്റിംഗ് റൂംസ് ആർ ജേം ഫ്രീ എൻവയോൺമെന്റ്സ്. ഓപ്പറേഷൻ റൂംസ് എന്ന് പറയുന്നത് എപ്പോഴും എങ്ങനെയുള്ളതായിരിക്കണം, ജേം ഫ്രീ ആയിരിക്കണം, അല്ല എപ്പോഴും അണുവിമുക്തമായിരിക്കണം. All personnel should wear protective clothing named scrubs. എല്ലാ പേഴ്സൺസും അതിനകത്ത് വർക്ക് ചെയ്യുന്ന എല്ലാ സ്റ്റാഫുകളും നിർബന്ധമായിട്ട് എന്താണ്, പ്രൊട്ടക്റ്റീവ് ക്ലോത്ത്സുകൾ ധരിച്ചിരിക്കുന്നത് അഥവാ പേഴ്സണൽ പ്രൊട്ടക്റ്റീവ് എക്യുപ്മെന്റ് അഥവാ എന്താണ്, സ്ക്രബ്സ് എന്ന് പറയുന്നത്. നമ്മൾ സ്ക്രബ് എന്ന പേരിലും പറയാറുണ്ട്. എന്തൊക്കെയാണ് പ്രൊട്ടക്റ്റീവ് എക്യുപ്മെന്റ്സ് എന്ന് പറയുന്നത്, ഷൂ കവേഴ്സ്, മാസ്ക്, ക്യാപ്പ്, ഐ ഷീൽഡ്സ് ആൻഡ് അതർ കവറിംഗ് ടു പ്രിവെന്റ് ടു സ്പ്രെഡ് ജെംസ്. ഓക്കെ, സ്പ്രെഡ് ഓഫ് ജെംസ്. അതായത് നമ്മൾ എന്തിനു വേണ്ടിയിട്ടാണ് ഈ പ്രൊട്ടക്റ്റീവ് ക്ലോത്ത്സുകൾ ഉപയോഗിക്കുന്നത്, ജെംസ് സ്പ്രെഡ് ആവാതിരിക്കാൻ വേണ്ടിയിട്ട് അല്ലെ. പ്രത്യേകിച്ച് എന്തൊക്കെയാണ് പ്രൊട്ടക്റ്റീവ് ക്ലോത്തിങ് വെയർസുകൾ എന്ന് പറയുന്നത്, ഏതൊക്കെയാണ്, ഷൂ കവേഴ്സ്, മാസ്ക്, ക്യാപ്സ്, ഐ ഷീൽഡ്സ് ആൻഡ് അതർ കവറിംഗ് ടു പ്രിവെന്റ് ദ സ്പ്രെഡ് ഓഫ് ജെംസ് അല്ലെ. യെസ്, PP എന്നാണ് നമ്മൾ അതിനെ ഷോർട്ട് ഫോമിൽ പറയുന്നത് കേട്ടോ. എല്ലാ ജീവനക്കാരും നിർബന്ധമായിട്ട് എന്താണ്, സ്ക്രബ്സ് ധരിക്കണം. സ്ക്രബ് എന്ന് പറയുന്നത് പ്രൊട്ടക്റ്റീവ് ക്ലോത്തിങ്ങിനെയാണ് നമ്മൾ സ്ക്രബുകൾ എന്ന് പറയുന്നത് കേട്ടോ. ഇനി ഓപ്പറേറ്റിംഗ് റൂം ഷുഡ് ബി ലൂമിനസ് ആൻഡ് ദ ടെമ്പറേച്ചർ ഷുഡ് ബി വെരി കൂൾ. ഓപ്പറേഷൻ തിയേറ്റർ റൂം ഷുഡ് ബി ലൂമിനസ് ആൻഡ് ടെമ്പറേച്ചർ ഷുഡ് ബി വെരി കൂൾ. ലൂമിനസ് എന്ന് പറഞ്ഞാൽ എന്താണ്, നമ്മൾ തിയേറ്റർ കണ്ടിട്ടുണ്ടോ, കണ്ടിട്ടുണ്ടോ നിങ്ങൾ വീഡിയോസിലോ സിനിമയിലോ കണ്ടിട്ടുണ്ടോ? ഇങ്ങനെയാണ് അതിനകത്തുള്ള ലൈറ്റനിങ് സംവിധാനങ്ങൾ, ബ്രൈറ്റനിങ് ആയിട്ടുള്ള ലൈറ്റ് ആയിരിക്കും അല്ലെ. ലൂമിനസ് മീൻസ് എന്താണ്, തിളക്കമാർന്ന ലൈറ്റിനായിരിക്കും. അതായത് ഏറ്റവും ബ്രൈറ്റ് ആയിട്ടുള്ള ലൈറ്റ്സ് ആയിരിക്കും അതിനകത്ത് ഉണ്ടായിരിക്കുക. ഇനി എപ്പോഴും അവിടുത്തെ ടെമ്പറേച്ചർ എങ്ങനെയായിരിക്കും, കൂൾ ആയിട്ടുള്ള ടെമ്പറേച്ചർ ആയിരിക്കും. കൂൾ ആയിട്ടുള്ള ടെമ്പറേച്ചർ നിലനിർത്താൻ നമ്മൾ എന്താണ് ഉപയോഗിക്കുന്നത്, എന്തായിരിക്കും ഉപയോഗിക്കുന്നത്, കൂൾ ടെമ്പറേച്ചർ നിലനിർത്താൻ എയർ കണ്ടീഷനിങ് അല്ലെ. യെസ്, operating room should be air conditioned to help prevent the infection through bacterial filtration system. നമ്മൾ എയർ കണ്ടീഷനിങ് ചെയ്ത് ഒരു തണുത്ത താപനില നിലനിർത്തുന്നതിന്റെ കാരണം എന്താണ്,
എന്തിനു വേണ്ടിയിട്ടാണ്? ബാക്ടീരിയൽ ഫിൽട്രേഷൻ സംവിധാനത്തിലൂടെ നമ്മൾ ബാക്ടീരിയ പ്രിവെന്റ് ചെയ്യുന്നതിന് വേണ്ടി, ഇൻഫെക്ഷൻ തടയുന്നതിന് വേണ്ടിയിട്ടാണ് ബാക്ടീരിയൽ ഫിൽട്രേഷൻ സംവിധാനം നമ്മൾ കൊടുത്തിരിക്കുന്നത്. അതിനാണ് നമ്മൾ എയർ കണ്ടീഷനിങ് ചെയ്ത് എപ്പോഴും താപനില കൂളാക്കി നിലനിർത്തുന്നത്. ഓക്കെ, മാത്രമല്ല എന്താണ്, ഓപ്പറേഷൻ തിയേറ്റേഴ്സ് എപ്പോഴും ജേം ഫ്രീ എൻവയോൺമെന്റ് ആയിരിക്കണം, അല്ലെ, അണുവിമുക്തമായിട്ടുള്ള എൻവയോൺമെന്റ് ആയിരിക്കണം ഉണ്ടാകേണ്ടത്. നിർബന്ധമായിട്ടും അതിനകത്ത് വർക്ക് ചെയ്യുന്ന സ്റ്റാഫുകൾ, പേഴ്സണൽ എന്ന് ഉദ്ദേശിക്കുന്നത് സ്റ്റാഫുകളെയാണ് കേട്ടോ. നിർബന്ധമായിട്ടും പ്രൊട്ടക്റ്റീവ് ക്ലോത്ത്സുകൾ വേറെ ചെയ്തിരിക്കണം. പ്രൊട്ടക്റ്റീവ് ക്ലോത്ത്സ് എന്നാണ് നമ്മൾ സ്ക്രബുകൾ എന്ന് പറയുന്നത് കേട്ടോ. എന്തൊക്കെയാണ് അതിൽ വരുന്നത്? കവേഴ്സ്, മാസ്ക്, ക്യാപ്സ്, ഐ ഷീൽഡ്സ് ഉൾപ്പെടെ. അതായത് ജെംസ് സ്പ്രെഡ് ആവാതിരിക്കാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ഈ പ്രൊട്ടക്റ്റീവ് സ്ക്രബ്സുകൾ ഉപയോഗിക്കുന്നത്. ഇനി തിയേറ്റേഴ്സിന്റെ റൂമുകൾ എന്ന് പറയുന്നത് എപ്പോഴും ബ്രൈറ്റനിങ് ആയിട്ടുള്ള ലൈറ്റനിങ് സംവിധാനങ്ങൾ ഉണ്ടായിരിക്കും. കൂൾ ടെമ്പറേച്ചർ ആയിരിക്കും നിലനിർത്തുന്നത്. കൂൾ ടെമ്പറേച്ചർ നിലനിർത്തുന്നതിന് വേണ്ടി നമ്മൾ എയർ കണ്ടീഷനിങ് ചെയ്തിട്ടുണ്ടായിരിക്കും. മാത്രമല്ല ബാക്ടീരിയൽ ഫിൽട്രേഷൻ സംവിധാനങ്ങൾ, സിസ്റ്റംസ് നമ്മൾ അതില്, അതായത് ജേംസ് സ്പ്രെഡ് ആവാതിരിക്കാൻ, ഇൻഫെക്ഷൻസ് സ്പ്രെഡ് ആവാതിരിക്കാനായിട്ട് നമ്മൾ അറേഞ്ച് ചെയ്തിട്ടുണ്ട്. അങ്ങനെയാണ് ഒരു ഓപ്പറേഷൻ റൂമിന്റെ എൻവയോൺമെന്റ് വരുന്നത്. ഓക്കെ, മനസ്സിലായോ? OR എൻവയോൺമെന്റ് എങ്ങനെയാണെന്ന് മനസ്സിലായോ? എളുപ്പമുള്ളത്. ഓക്കെ, യെസ്. ബാക്കി നമുക്ക് നാളെ എടുക്കാം കേട്ടോ. നാളെ കാണാം. താങ്ക് യു. ഹാവ് എ നൈസ് ഡേ. ഇത്ര എടുത്തേണ്ട നാളെ ക്വസ്റ്റ്യൻ ചോദിക്കോ കേട്ടോ. ക്വസ്റ്റ്യൻ ചോദിച്ചിട്ട് തുടങ്ങുള്ളൂ. താങ്ക് യു. ശരി. Thank you. Have a nice day.